ഹലോ. അപ്പോ ഞങ്ങളുടെ Q&A എന്താ പറയാ, കൊറേ നാളായിട്ട് മമ്മിയായിട്ടുള്ള Q&A ദിപ്പ വരും എന്ന് പറഞ്ഞിട്ട് വന്നില്ല. അന്ന് ഞങ്ങൾക്ക് എടുത്തിട്ട് ഞങ്ങളുടെ പോസ്റ്റ് ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ കൊറേ പേര് ചോദിച്ചു എന്താ മമ്മിയായിട്ട് Q&A ചെയ്യാത്ത, എന്താ മമ്മിയായിട്ട് Q&A ചെയ്യാത്ത. ഇപ്പൊ അവര് ചോദിക്കില്ല, അവർക്കറിയാം, കാരണങ്ങളൊക്കെ അറിയാം ലേറ്റ് ആയിട്ട്. ഞങ്ങളുടെ എന്നോട് ചോദിക്കുന്ന ഡെൻസിയാൻ്റെ ആയിട്ടുള്ള Q&A ചെയ്യാം. അപ്പൊ ഞങ്ങളിപ്പോ കളിയാക്കി വിളിക്കുന്ന മാലോറ മമ്മി. അവര് പറഞ്ഞോട്ടെ നിങ്ങളുടെ മമ്മി തന്നെയാണ് ഞാൻ. അപ്പൊ ഞാൻ ഇട്ട പോസ്റ്റ് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ വീഡിയോസിലൊക്കെ പറഞ്ഞാൽ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കമന്റ് ചെയ്യാൻ, ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ. അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കാം. ലാഗ് അടിപ്പിക്കണ്ടല്ലോ. ഇല്ല വേഗം ആവാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ അതുപോലെ അഞ്ജലി ഫുഡ് കോർട്ടിന്റെ വഴിയാണ്. അഞ്ജലി. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലെത്തിയപ്പോൾ മമ്മിയുടെ ഭാഗത്ത് നിന്ന് ആദ്യം വന്ന വർത്തമാനം എന്താണ്? കല്യാണം കഴിഞ്ഞിട്ട് മമ്മി എപ്പോഴും ഞാൻ പേടിച്ചു നിന്ന് എന്താ മമ്മി പേടിച്ചു നിന്ന? ഞാൻ ഇപ്പൊ ചോദിക്കാൻ രഹസ്യമുള്ള എനിക്കെന്തോ ഭയങ്കര പേടിയായിരുന്നു. ഡോന്റെ കല്യാണം എന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇപ്പൊ പേടിയൊന്നുമില്ല. ഒരു കൊല്ലം കഴിഞ്ഞോട് കൂടിയിട്ട് പേടി പതുക്കെ മാറി. കാരണം എന്താ പറയാ, എല്ലാവർക്കും അറിയാതെ. അപ്പൊ ആ ഒരു പേടി എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി. തോമു വന്നോട് കൂടിയിട്ട് പിന്നെ എന്താ പറയാ, ഇനി പേടിക്കേണ്ട കാര്യമില്ല എന്നൊരു തോന്നല മനസ്സിലായി. അവിടെയും തോന്നുന്നു. നമ്മളെന്തായിരിക്കും ആദ്യം പറഞ്ഞത്? ഇവിടെ പറഞ്ഞ കയറി വന്നായിരിക്കും ആദ്യം പറഞ്ഞത്. അഞ്ജലി എന്തായിരിക്കും ആന്റി പറഞ്ഞിട്ടുണ്ടാവുക? എനിക്കറിയില്ല അഞ്ജലി എന്താ പറഞ്ഞിട്ടുണ്ടാവാന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചേച്ചിനെ ചോദിക്കാൻ, ഡിവൈന് പറ്റിയ മമ്മിയാണെന്ന് തോന്നിയത് എപ്പോഴാണ്? അതെനിക്ക് ആദ്യമേ തോന്നി. കാരണം ഞാൻ നല്ലപോലെ സംസാരിക്കുന്നുകൊണ്ടില്ല. സംസാരിച്ചപ്പോ മമ്മി അതിനേക്കാളും സംസാരം. ഇവരാരും സംസാരിക്കത്തില്ലെങ്കിലും മമ്മി അതിനോട് ചേർന്ന് ഇവർക്ക് 3 പേർക്കും വേണ്ടി സംസാരിക്കും. സോ ആദ്യം അങ്ങനെ ആയതാ. ഞാൻ ഒട്ടും ഇപ്പൊ ഫീൽഡിലുള്ള കുറെ പേര് വിചാരിക്കും ആന്റി സംസാരിക്കുകയായിരുന്നു. കാരണം അന്നൊന്നും ഞാൻ സംസാരിക്കില്ലായിരുന്നു. പക്ഷെ ഇവര് 3 പേരും മിണ്ടാണ്ട് നിൽക്കുമ്പോ ആരെങ്കിലും ഒരാൾ സംസാരിക്കണ്ടേ? അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും അഹങ്കാരമാണ്, അതാണിത്. അപ്പൊ ഞാൻ അങ്ങോട്ട് കയറി സംസാരിച്ചു തുടങ്ങി. അതാണ്. അപ്പൊ അഞ്ജലി ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഗ്ലാഡിസ് മാത്യു ആണ്. ഡെൻസി ഡിയർ, വാട്ട് ക്വാളിറ്റി ഡു യു ലൈക്ക് മോസ്റ്റ് ഇൻ ഡിവൈൻ? ഡു യു വാണ്ട് ഡിംപിൾ ടു ഫോളോ ദാറ്റ്? ചില കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. ഡിവൈൻ്റെ എന്താ പറയാ ബിഹേവിയറിനല്ലേ ചോദിച്ചേക്കണേ? ക്വാളിറ്റി എങ്ങനെയാന്ന് വെച്ചാൽ ഡിവൈൻ എങ്ങനെയാ വെച്ചാൽ വന്നപടി സ്വന്തം പോലെയാ. അതായത് ഇപ്പൊ എന്തെങ്കിലും വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഡിവൈൻ തന്നെ അത് നടത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. അതായത് ഇപ്പൊ ഭക്ഷണത്തിന്റെ സംഭവമായാലും പിന്നെ എന്ത് തന്നെയായാലും ഡിവൈന് ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡിവൈൻ അത് ചെയ്യും. ഡിംപിൾ അതല്ല. ഇങ്ങനെ എന്താ പറയാ, അങ്ങനെ വേണോ, ഇങ്ങനെ വേണോ, അത് ചെയ്യണോ, ഇത് ചെയ്യണോ, ഒന്നിനൊരു കൃത്യവും കാണിച്ച ഒരു ആത്മവിശ്വാസം ഇല്ല. ആത്മവിശ്വാസം തീരെയില്ല, കോൺഫിഡൻസ് തീരെ ഇല്ലാത്ത ഒരാളാണ് ഡിംപിൾ. അപ്പൊ ഞാൻ എപ്പോഴും പറയും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനും പെരുമാറാനും ഒക്കെ പഠിക്കണം എന്ന് പറയും. അത് അല്ലേ ഡിവൈന്. ഇപ്പൊ ഡിവൈൻ വന്നതിന് ശേഷം കുറെയൊക്കെ മാറിയിട്ടുണ്ട്. ഉണ്ണീനെ നോക്കുന്ന കാര്യം വരെ ഡിവൈൻ ട്രെയിൻ ചെയ്ത് തുടങ്ങി. ഇപ്പൊ പ്രായത്തിൽ ഡിംപിളാണ് ചേച്ചിയെങ്കിലും എന്താ പറയാ സ്ഥാനത്തിൽ ഡിവൈൻ ഇപ്പൊ ചേച്ചിയാണ്. അതെ, ഇപ്പൊ അങ്ങനെ നിൽക്കണേ. അതുകൊണ്ട് അത് ഞാൻ എപ്പോഴും പറയും ഡിംപിളിനോട് കണ്ടുപഠിക്കേണ്ട ഒരു ക്വാളിറ്റിയാണെന്ന് പറയുന്നത്. സ്വന്തമായിട്ട് എന്തും ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് ഡിവൈൻ. അതെ. അടുത്തത് ആതിര SL ചോദിച്ചിട്ടുണ്ട്. ഡിവൈൻ ചേച്ചി ചോദിച്ചല്ലോ, പറഞ്ഞിരിക്കുകയാണ്. ഡിവൈൻ ചേച്ചി, യു ആർ സോ ലക്കി ബിക്കോസ് ഇതുപോലൊരു അമ്മയും ഫാമിലിയും കിട്ടിയില്ലേ. ലവ് യു. ഞാൻ ரொம்ப ലക്കിയാണ്, ഭയങ്കര ലക്കിയാണ്, സത്യമാണ്, ഞാൻ ലക്കിയാണ്. പിന്നെ സിറ്റി കഫേ പറഞ്ഞ 2 പേരെ ഒരുപാട് ഇഷ്ടം മാത്രം. താങ്ക് യു. പിന്നെ ഒരാള് ജോമോൾ ജോസഫ്, ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ മമ്മിക്ക് ദേഷ്യം വരുമെന്ന് ഉറപ്പുള്ള കാര്യം എന്താണ്? അതുപോലെ നിങ്ങൾ തമ്മിൽ എപ്പോഴെങ്കിലും സൗന്ദര്യ പിണക്കം ഉണ്ടായിട്ടുണ്ടോ? ലവ് യു ചേച്ചി ആൻഡ് ഹോൾ ഫാമിലി. സ്റ്റേ ഹാപ്പി വിത്ത് യുവർ അസ് നൗ. ഓക്കെ. മമ്മിയോട് എന്താ ചോദിച്ചു ദേഷ്യപ്പെടാം? ഞാൻ എപ്പോഴും ചോദിക്കുന്ന സമയം മമ്മിയോട് ഒരു കാര്യം ചോദിച്ചു ദേഷ്യപ്പെടും. അവരൊറ്റ കാര്യമായിരിക്കും മമ്മി ദേഷ്യം വരുന്നത്. എന്ത് കാര്യം ചോദിക്കുമ്പോഴും കുഞ്ഞ് നിസ്സാര കാര്യമായാലും മമ്മി ദേഷ്യപ്പെടുമോ എന്ന് ചോദിച്ചിട്ടാണ് എന്ത് ചോദിച്ചാലും ആദ്യം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ചോദിക്കും ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടുവോ ചോദിക്കും. പിന്നെ സൗന്ദര്യപ്പെടാൻ ഉണ്ടാകാറുണ്ട്, എവിടെ ഉണ്ടാകും. സ്നേഹമുള്ളടത്താണ് പിണക്കുള്ളൂ, പിണക്കുള്ളടത്തേ സ്നേഹമുള്ളൂ. അത് പറഞ്ഞാൽ വീർപ്പിച്ച് നടക്കാറുള്ളൂ കുറച്ച് നേരം, അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോ
മമ്മി ആന്ന് പറയും, ഞാനും ആന്ന് പറയും, അത്രേ ഉള്ളൂ. അതിപ്പോ ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. പിന്നെ സുഖിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് വരെ പിണങ്ങിയിട്ടില്ല അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ അപ്പൊ അവിടെ പരിഭവം ഉണ്ടാവും. പിന്നെ ആത്മിക ചോദിച്ചിട്ടുണ്ട്, ആത്മിക MP, മമ്മി ഉണ്ടാക്കുന്ന ഏത് ഫുഡാണ് ഡിവൈന് കൂടുതൽ ഇഷ്ടം? കിണ്ണത്തപ്പം. കണ്ണും മുടിഞ്ഞ കിണ്ണത്തപ്പം, അതും വെള്ളിട്ടിട്ടുള്ള കിണ്ണത്തപ്പം, അതാണ് ഇഷ്ടം. വെള്ള കളറുള്ള ശർക്കര ഇട്ടത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആദു സ്മോ, ബെസ്റ്റ് ജോഡിയാണ് രണ്ടാള്. നിങ്ങളിൽ ആരാണ് തോമുവിനെ കൂടുതൽ ഇഷ്ടം? മീൻസ് തോമു കൂടുതൽ കളിചിരി ഉള്ളത് ആരോടാണ്? ഭക്ഷണം കഴിക്കുമ്പോ ഡിവൈനോട്, അല്ല മമ്മിയോടും, അല്ലാത്തപ്പോ ഡിവൈനോടും. ചട്ടമ്പിത്തരം കാണിക്കാൻ മുഴുവൻ ഡിവൈനെ കൂട്ടുപിടിക്കും. ഭക്ഷണം കഴിക്കണമെങ്കിൽ അതൊക്കെ എന്റെ അടുത്തേക്ക് വരും. ഞാൻ പിന്നെ ഇവര് കാണാണ്ട് എല്ലതും വായിച്ചു രണ്ടുപേരും. അതെ, ഞാൻ കാണാണ്ട് ഗ്ലൂക്കോസ് ബട്ടറും ഒക്കെ മിണ്ടാണ്ട് വായിൽ ഇങ്ങനെ തോണ്ടി വെച്ചു കൊടുക്കും. അതുകൊണ്ട് എന്റെ കൂടെ കൂടാൻ വലിയ ഇഷ്ടമാണ്. പിന്നെ മിറ്റു തങ്കച്ചൻ പറഞ്ഞിട്ടുണ്ട് ഡിവൈനെ ഒത്തിരി ഇഷ്ടമാണ്. താങ്ക് യു. പിന്നെ മുഹമ്മദ് റംസീൻ പറഞ്ഞിട്ടുണ്ട് അമ്മയിൽ കണ്ട ഏറ്റവും ഒരു നല്ല സ്വഭാവം ഒന്ന് പറയാവോ? അതുപോലെ ഡിവൈനിൽ അമ്മ കണ്ട ഒരു ഗുഡ് ക്യാരക്ടർ കൂടി പറയണേ. വി ലവ് യുവർ ഫാമിലി. അമ്മയിൽ കണ്ട ഗുഡ് ക്വാളിറ്റി പോസിറ്റീവ് ആണ്. എന്ത് പറഞ്ഞാലും പോസിറ്റീവ് ആയിട്ട് ഡിവൈനിബിൾ പറഞ്ഞാൽ എന്തെങ്കിലും പോട്ടത് വീട് നമുക്ക് മറിച്ചോണ്ടെന്നൊക്കെ പറയാം. എപ്പോഴും ഇങ്ങനെ പോസിറ്റീവ് ആയിട്ട് ഏതൊരു എന്താ പറയുക ഒരു ഡൗൺ സിറ്റുവേഷൻ ആണല്ലോ നമ്മളിപ്പൊ ചങ്കുപൊട്ടി വരുന്നത്. സാരില്ല, ശരിയാവും. എനിക്ക് ചില്ലായിട്ട് പറയും. ചില സമയത്ത് ഇരുന്ന് കാര്യം കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ ആദ്യം ഞാൻ വന്ന സമയത്തായിരുന്നു കേട്ടോ. ഇപ്പോഴും ഷട്ടർ പോയി കരുതില്ല, എപ്പോഴും പറയും ഷട്ടർ പോക്ക്. ഇപ്പൊ അങ്ങനെയല്ല, ഭയങ്കരമായിട്ട് മാറിപ്പോയി. പിന്നെ എല്ലാ സിറ്റുവേഷൻസും ഭയങ്കര ചില്ലായിട്ട് എടുക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ക്വാളിറ്റി കണ്ടിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ, സ്വന്തമായിട്ട് എന്തും ചെയ്യാനും പറയാനൊക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം എന്താ പറയാ ഉണ്ട്. ഓൾറെഡി ഡിവൈൻ നല്ല ബോൾഡാണ്. അതാണ് ആവശ്യം എനിക്കിപ്പോ. നിത്യ ഡിവൈൻ എന്നോട് മമ്മിന്റെ ഏറ്റവും വലിയ ഡ്രീം എന്താ? ഡിവൈൻ മമ്മിന്റെ ഏറ്റവും വലിയ ഡ്രീം എന്താ? എന്റെ ഡ്രീം എങ്ങനെയാ വെച്ചാല് ഞങ്ങള് എങ്ങനെയാ വെച്ചാ ഒരു 24 വർഷം ഈ വീട് 24 ഒരു 26 വർഷം ഈ വീട് സ്വർഗമായിരുന്നു. അപ്പൊ അതിന്റെ ഇടയില് സ്വർഗം എന്നുള്ളത് വിട്ടുപോയിട്ട് സങ്കടങ്ങൾ മാത്രമായി. അപ്പൊ അത് വീണ്ടും തിരിച്ച് ആ സ്വർഗത്തിലേക്ക് എത്തണം എന്നാണ് എന്റെ ആഗ്രഹം. അത് പതുക്കെ 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 എന്റെ 2 പേരക്കുട്ടികൾ വഴി എനിക്ക് തിരിച്ച് കിട്ടി തുടങ്ങി. അതാണ് എന്റെ സ്വപ്നവും യാഥാർത്ഥ്യവും. ഇനി മമ്മിയുടെ ക്വസ്റ്റ്യൻ കേട്ടോ. അത് മമ്മി കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഡിവൈൻ വീട്ടിൽ പോയാൽ മിസ് ചെയ്യാറുണ്ടോ? ഡിവൈൻ വീട്ടിൽ പോയാൽ പണ്ടൊന്നും മിസ് ചെയ്യാറില്ല. ഉള്ള കാര്യം പറയാലോ, എനിക്ക് അങ്ങനെ മിസ് ചെയ്യാറൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളായപ്പോഴേക്കും പ്രഗ്നന്റ് ആയി. പിന്നെ ആ ഒരു റെസ്റ്റ് എടുക്കാൻ പോയി, പിന്നെ വന്നു, പ്രസവത്തിന് പോയി, പ്രസവിച്ച് കിടന്നു. അപ്പൊ എനിക്ക് അങ്ങനെ മിസ് ചെയ്തില്ല. പ്രത്യേകിച്ച് ഡിംപിളിന് ആ സമയത്ത് പ്രഗ്നൻസിയുടെ ആ ഒരു പ്രശ്നങ്ങൾ, ഞങ്ങൾ ഹോസ്പിറ്റൽ കേസ്, അങ്ങനെയുള്ള ഒരു തിരക്ക് നിങ്ങൾക്ക് തന്നെ അറിയാലോ. നമ്മുടെ എല്ലാ ദിവസവും നിങ്ങൾ അറിയുന്നത് ഞങ്ങളുടെ കാര്യങ്ങൾ. അപ്പൊ എനിക്ക് ഒട്ടും മിസ് ചെയ്തിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഇനി ഡിവൈൻ പോയാൽ നന്നായി മിസ് ചെയ്യും. കാരണം എന്താ വെച്ചാല് തോമുവിനെ പാച്ചുവിന്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഡിവൈനാണ് എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നോക്കിയിട്ട്. അപ്പൊ പിന്നെ തോമുവിന്റെ ബഹളം, മുമ്പ് തോമു 90 കഴിഞ്ഞിട്ടായാലും അങ്ങനെ ആക്റ്റീവ് അല്ലല്ലോ. ഇപ്പൊ ഭയങ്കര ബഹളമാണ്. പിന്നെ ഭക്ഷണം കൊടുക്കുന്ന നേരത്തൊക്കെ ഞാനുണ്ട്. അപ്പൊ ഇപ്പൊ ഇവര് പോയാൽ എനിക്ക് നന്നായി മിസ് ചെയ്യും. പിന്നെ അനുഗ്രഹ ചോദിച്ചിട്ടുണ്ട് മമ്മി ആഗ്രഹിച്ച പോലുള്ള ഒരു മരുമോളെയാണോ കിട്ടിയത്, അതുപോലെ ചേച്ചി ആഗ്രഹിച്ച പോലെ ഒരു അമ്മായിമ്മയാണോ കിട്ടിയത്? രണ്ടാളും എപ്പോഴും സന്തോഷത്തോടെ സുഖമായിട്ട് ഇരിക്കട്ടെ. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു. ആഗ്രഹിച്ച പോലെ എന്ന് പറഞ്ഞാൽ എന്നെയൊക്കെ സംബന്ധിച്ച് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, നമ്മൾക്ക് എന്താണോ കിട്ടുന്നത് അത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കും അല്ലേ. അല്ലാണ്ട് നമ്മളൊരു സാധനം നല്ലൊരു സാധനം വാങ്ങിയിട്ട് അത് തുറന്നു നോക്കുമ്പോൾ ചിലപ്പോൾ അതിന് ആ കാണുന്ന ഭംഗി ഉണ്ടാവുള്ളൂ. അതേസമയം നമുക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഒരു തുണിയായാലും ഇപ്പോൾ ഒരു തുണി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അത് തയ്ച്ച് പിടിപ്പിക്കാം. തിരിച്ച് അതേ തുണി റെഡിമെയ്ഡ് ഉണ്ടാവും, ചിലപ്പോൾ അതിന് ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാ വെച്ചാൽ അങ്ങനെയൊന്നുമില്ല അല്ലേ. അതല്ലേ അതാണ്. അല്ലാണ്ട് ഇപ്പം അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. നമുക്ക് എന്താണോ കിട്ടിയത് അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ട. എനിക്ക് പറഞ്ഞത് എനിക്ക് മിണ്ടുന്ന അതെ കുറെ മിണ്ടണം. എനിക്ക് മിണ്ടിയിട്ട് എന്താ മിണ്ടാത്ത ചോദിച്ചാൽ ബഹളം വയ്ക്കൂല. അതാണ് തെറ്റിദ്ധരിക്കും ആൾക്കാർ. പിന്നെ അബി മോസ്റ്റ് മെമ്മറബിൾ മൊമെന്റ് വിത്ത് മമ്മി. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ മമ്മി കരഞ്ഞത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. കണ്ണൊക്കെ നിറഞ്ഞ് കുടുകുടാന്ന് ഒഴുകുക. സോ അത് മറക്കത്തില്ല.
പിന്നെ ബ്രദേഴ്സ് വ്ലോഗ്സ് ചോദിച്ചിട്ടുണ്ട്, ഡിവൈനിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, ഇഷ്ടമല്ലാത്ത ഒരു കാര്യം. സോ ക്യൂട്ട് ആൻഡ് ലവ്ലി. ഡിവൈനിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നു, ഡിവൈനിൽ അമ്മയ്ക്ക് ആ മമ്മി ഇഷ്ടമുള്ളത് ഞാൻ പറഞ്ഞില്ലേ, നല്ല ബോൾഡാണ്. ഇഷ്ടമില്ലാത്തത് എന്താന്ന് വെച്ചാല് കറികൾ വെക്കുമ്പോ ഒരു 90% കറികളും ഡിവൈൻ കഴിക്കില്ല. ഇപ്പൊ കഴിക്കില്ലേ? ഇപ്പൊ കഴിച്ചു തുടങ്ങിയിട്ടാ, അതുകൊണ്ട് പിന്നെ ഇപ്പൊ കുഴപ്പമില്ല. മുമ്പ് എങ്ങനെയാ വെച്ചപ്പോ മീനാണെങ്കില് മുള്ളില്ലാത്ത ബോൺലെസ് പീസ് എന്ന് പറയണ പോലത്തെ മുള്ളില്ലാത്ത കഷ്ണം മാത്രമേ തിന്നുള്ളൂ, അല്ലെങ്കിൽ നുള്ളി ഇട്ട് കൊടുക്കണം. പിന്നെ വെള്ളത്തിലിട്ട മീനോ ഇറച്ചി ഒന്നും കഴിക്കില്ല. വെള്ളത്തിലിട്ടെന്ന് ഉദ്ദേശിച്ചത് ചാറ് വെക്കരുതൊന്നും കഴിക്കില്ല, ഉള്ളി ഫ്രൈ. പിന്നെ ചിക്കൻ ചില പീസുകളുണ്ട്, അത് മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ പച്ചക്കറി അതും ഒക്കെ ഇങ്ങനെ. അപ്പൊ ഞാൻ ചെയ്യണ പണി എന്താന്ന് വെച്ചാല് ഡിവൈന് എന്താണോ ഇഷ്ടം അതാ വെച്ചോ. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാതും ഇഷ്ടം. അപ്പൊ പിന്നെ അത് ഡിവൈനും കഴിക്കാം, നമുക്കും കഴിക്കാമല്ലോ. അപ്പൊ അത് മാത്രമാണ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ എല്ലാതും ഒരു വിധമൊക്കെ, എല്ലാതും അല്ലെങ്കിലും പഴയ ഒരു ഡിവൈൻ അല്ല, കൊറേയൊക്കെ മാറിയിട്ടുണ്ട്. ഗോപിക ഗോപാലകൃഷ്ണൻ ചോദിച്ചിട്ടുണ്ട്, മമ്മിക്ക് ഡിവൈനോട് റെസ്പെക്ട് തോന്നിയ ഒരു കാര്യം, അതുപോലെ ഡിവൈന് തിരിച്ച് മമ്മിയോടും. റെസ്പെക്ട് എന്നൊക്കെ പറയുമ്പോ എന്താ പറയാ, എനിക്ക് ഹോസ്പിറ്റലിൽ ഡിമ്പിൾ കിടന്ന സമയത്ത് എനിക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. അവിടെ ആ പ്രസവിച്ച ആ നിമിഷമുണ്ട്, അത് നിങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടല്ലോ, പല എപ്പിസോഡ്സിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് അവിടെ മിണ്ടാണ്ട് ഇങ്ങനെ കുമ്പിട്ട് ഇരിക്കാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ, തളർന്നിരുന്ന ഒരു നിമിഷം ഉണ്ടായിട്ട്. ആ സമയത്ത് എന്റെയും ഡാഡിയുടെയും എല്ലാവരുടെയും ബലമായിട്ട് ഡിവൈനും ഡോണിനൊന്നും പറ്റില്ല, ഡോൺ കുഴഞ്ഞു പോയി. അപ്പൊ ഡിവൈനാണ് മറിയമ്മയുടെ കൈ പിടിച്ച് ഓടി ആ പാതിര നേരത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ആ നേരത്തെ എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നി, കാരണം പ്രായത്തിനേക്കാൾ പക്വതയിലാണ് ചെയ്തത്. സംഭവം നാൻസിന്റെ ഫാമിലിയും ഞങ്ങളുടെ ഫാമിലിയും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ നേരത്ത് ധൈര്യം സംഭരിച്ച് മുന്നിലേക്ക് നിന്ന് എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും പറയുകയും ചെയ്തത് ഡിവൈൻ. അപ്പൊ ആ ഒരു നിമിഷം എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നിയിട്ടുണ്ട് ഡിവൈനോട്. എനിക്ക് റെസ്പെക്ട് തോന്നിയ ഹോസ്പിറ്റലിൽ ആ ഒരു സംഭവം, കാരണം നമ്മൾ ഒരുപാട് സംഭവങ്ങൾ ഫേസ് ചെയ്ത സമയത്ത് അപ്പൊ ഡിമ്പിളിനെ കുറേ എന്താ പറയാ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എനിക്ക് ഭയങ്കര എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന ഒരു അമ്മ മീൻസ് അങ്ങനെയല്ല, കാരണം അതുപോലെ സിറ്റുവേഷനിൽ ഡിമ്പിൾ പോയി. പക്ഷെ ആ സമയത്തൊക്കെ കട്ടയ്ക്ക് കൂടെ ചിരിച്ച് മമ്മ ഞാൻ പൊട്ടം കളിക്കാന്ന് പറയുമ്പോൾ അഭിനയിക്കാന്നൊക്കെ പറയും. പക്ഷെ ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് റെസ്പെക്ട് തോന്നി, കാരണം ഒരു അമ്മ ചെയ്യാതെ മാക്സിമം മമ്മി എന്ന് ആ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ അതാണ് എല്ലാവർക്കും ഞങ്ങൾ രണ്ടു കൂട്ടർക്കും മിക്കവാറും ഹോസ്പിറ്റൽ കേസോടെയാണ് കൂടുതൽ പിന്നെയും അടുത്തു എന്ന് പറയാൻ വന്നത്, കാരണം അത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് സംഭവം ആയതുകൊണ്ട് ആ സംഭവം. കാരണം എന്താ വെച്ചാല് ആ സമയത്ത് ഞാൻ ശരിക്കും പറയും, ഞാൻ ജോക്കറാന്ന് പറയും. കാരണം ഡിമ്പിളുടെ മുമ്പില് ഒരു ചിരി, ഇവരുടെ മുന്നിൽ ഓടി വന്നിട്ട് കരയും. അല്ലാത്ത സമയത്ത് എല്ലാവരുടെയും മുന്നിൽ ബോൾഡായിട്ട് നിൽക്കും. അപ്പൊ അങ്ങനെ ഞാൻ തന്നെ തകർന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ കൂടെ എന്താ പറയാ, കൂടെയല്ല ഞാൻ പോലും അറിയാണ്ട് എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഡിവൈൻ. അപ്പൊ ആ ഒരു അത് നമ്മളെപ്പോഴും ഓർക്കും. പിന്നെ ഡ്രീം ഗേൾ ചോദിച്ചിട്ടാണ്, ഇങ്ങനെ ഒരു മരുമകളെ കിട്ടിയതിൽ അഭിമാനവും സന്തോഷവും തോന്നിയ നിമിഷം ഇതൊക്കെ തന്നെ ഹോസ്പിറ്റലായിരിക്കും. അതെ, എല്ലാത്തിനും ഹോസ്പിറ്റൽ കേസാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് മാറ്റം വന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡോണിന്റെ ലൈഫിൽ നല്ലൊരു മാറ്റം ഡിവൈൻ വന്നതിന് ശേഷം വന്നു എന്നുണ്ടെങ്കിൽ അതെന്താ ഡിവൈൻ്റെ ആ പോസിറ്റീവായി തോന്നുന്നത്? ഡോണിന്റെ ലൈഫില് എന്തിട്ട് പോസിറ്റീവായിട്ട് വന്നേ, അത് പണ്ടില്ല അധികം അങ്ങനെയല്ല. വർത്താനം കുറെ പറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, കാരണം അന്നും മിണ്ടില്ല ഇന്നും മിണ്ടില്ല. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തില് കുറെ കൂടി ഉഷാറായി തോന്നുന്നുണ്ട്. പിന്നെ പോസിറ്റീവ് പറഞ്ഞാൽ രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ച് അതർ പോലെ എന്താ പറയാ സന്തോഷമായിട്ട് നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്താണ് പോസിറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. പോസിറ്റീവ് അല്ല, വന്ന മാറ്റം, ഡോൺ ചേട്ടന് വന്ന മാറ്റം, എന്റെ എന്ത് പോസിറ്റീവ് സൈഡ് കൊണ്ടാണ് ഡോൺ ചേട്ടൻ ആ മാറ്റം വന്നതെന്നല്ലേ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡോൺ ഇങ്ങനെ ഭയങ്കര എന്താ പറയാ ഭയങ്കര പെട്ടെന്ന് സങ്കടം വരുന്നൊരു കൂട്ടത്തിലായിരുന്നു. അത് വിട്ട് എങ്ങനെയാ വെച്ചാൽ ഡിവൈനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു സംഭവമില്ല, ഭയങ്കര ചാടി നിൽക്കുന്ന പോലെയാ. അപ്പൊ അതുകൊണ്ട് അവനങ്ങനെ സങ്കടപ്പെടാൻ ഇപ്പൊ സമയം കിട്ടുന്നില്ല, ചാടിക്കൊണ്ടിരിക്കുക. അതെ, ഡിവൈൻ ഇങ്ങനെ ഒന്ന് മുഖം വാങ്ങുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബഹളം. അപ്പൊ ഡോണിനെ സംബന്ധിച്ച് ഭയങ്കര സൈലന്റ് ആണ്. അപ്പൊ അത് മാറ്റി ഡിവൈൻ ഒരിത്തിരി ബബ്ലിയാക്കി എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഐശ്വര്യം, മമ്മിയുടെ മനസ്സിന്റെ നന്മ കണ്ടറിഞ്ഞ നിമിഷം ഏതാണ്? എല്ലാം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന്റെ എല്ലാ ആൻസറും ജൂറി മിഷൻ ഹോസ്പിറ്റലായിരിക്കും. പിന്നെ അനു സിജോ ചോദിച്ചിട്ടുണ്ട്, ഡിവൈന്റെയും ഡിംപിളിന്റെയും ക്യാരക്ടർ ഒരുപോലെയാണ് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ?
ചിക്കൻ വാങ്ങിക്കുമ്പോ ഫുഡിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം രണ്ടുപേർക്കും ഈ എന്താ പറയുക KFC, പിസ്സ അങ്ങനെയുള്ളത് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സാധനം വരുമ്പോഴേ ഞാൻ അറിയുള്ളൂ. അത് സാധനം വരുമ്പോഴാണ് ഞാൻ അറിയാം എന്തോ വന്നിട്ടുണ്ട്. ഇന്നുപോലെ ഞങ്ങൾ മേടിച്ചു. ഇവരില്ല, ഞാനും ടോന്തന്റെ മേളിൽ കിടന്ന് ഉറങ്ങുന്നു, മമ്മി ഇവരെല്ലാം താഴെ. പക്ഷെ ഞങ്ങൾ മെസ്സേജ് ചോദിച്ചു എന്താ വേണ്ടത്, വിശക്കുന്നുണ്ട്. അപ്പൊ ഈ ചെറിയൊരു വിശപ്പുണ്ട്. അത് ആ കാര്യത്തിൽ ഇവരൊന്നാണ്. പിന്നത്തെ കാര്യത്തിൽ എനിക്ക് എന്തുട്ട് കാര്യത്തില്ല, രണ്ട് ധ്രുവാണ്. ഒന്ന് പല പല. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്, ഇവിടെ ഭയങ്കര ബോൾഡ് ആയിട്ടില്ലേ പണ്ടത്തെക്കാളൊക്കെ. അതിന്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് ചിലപ്പോ ഡിവൈൻ്റെ ചിലപ്പോഴല്ല അതായിരുന്നു. കാരണം എന്താ വെച്ചാൽ എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്ത്, എന്താ ഡിംപിളെ ഇങ്ങനെ, അത് അങ്ങനെയല്ലല്ലോ, ഇങ്ങനെയല്ലേ ആവേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ മാറ്റിയെടുത്തിട്ട് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഡിംപിള് അങ്ങനെ എന്താ പറയാ ആ ഒരു ഇതുണ്ട്. അല്ലാണ്ട് ഇപ്പൊ ഇവരിൽ ഒരുപോലെയുള്ള സ്വഭാവമൊന്നുമില്ല. ഫുഡ് മാത്രമേ ഉള്ളൂ. മെയിൻ ഹൈലൈറ്റ് ഫുഡാ. അതെ. പിന്നെ സായൂസ് വേൾഡ് ചോദിച്ചു മമ്മിക്ക് വേണ്ടി ഒരു സോങ് തീ കത്തിക്കാം. അതെ, കുറെ പാട്ടുണ്ട് ഡിവൈന് വന്ന സമയത്ത്. രണ്ടുപേരും നമ്മൾ കാണില്ല കേട്ടോ, അങ്ങോട്ട് തിരിഞ്ഞു വല്ല ജോലി എടുക്കുമ്പോൾ നിന്ന് പാട്ട് പാടും. അത് പാട്ടിന്റെ വരികൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓടി പോകും. അതുപോലത്തെ പാട്ടുകളാണ്. ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ല. ഡിവൈൻ്റെ വരികളാന്ന് തോന്നുന്നുണ്ട്. വേറെ ആരാ പേട്ടത് പാട്ട് ഇതുവരെ ഞാൻ പാടി കേട്ടിട്ടില്ല. ഞാനിപ്പൊ പാട്ട് പാടിയ എന്റെ ചാനലിന് വൻകിടി വഹിക്കുന്നു. അത് വേണ്ട. ഗ്രീഷ്മ സുജിത്ത് ചോദിച്ചിട്ടുണ്ട് മമ്മിയിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണ് ഡിവൈൻ ചോദിച്ചിട്ട്. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞു ഓൾറെഡി. പിന്നെ ആതിര ശിവകുമാർ, ഹായ് ഡിവൈൻ, ഹായ് ഹൗ ആർ യു. ഞങ്ങൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ചോദിക്കാൻ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, എന്നാലും ഒരു ഹായ് തന്നാൽ ഐ ആം ഹാപ്പി. അപ്പം ആതിരയ്ക്ക് ഹായ്, എന്റെയും മമ്മിയുടെയും മകൾ. അതെ. ശില്പ ദീപു ചോദിച്ചിട്ടുണ്ട് ആദ്യം കണ്ട ഡിവൈനിൽ നിന്ന് ഇപ്പോൾ ഉള്ള ഡിവൈനും സ്വഭാവങ്ങളിലും ശീലങ്ങളിലും എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ? പണ്ടത്തെ ഡിവൈൻ എങ്ങനെയാ വെച്ചാല് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡിവൈൻ തന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ വിഷമാവോ, എന്തെങ്കിലും ചെയ്താൽ വിഷമാവോ, അങ്ങനെ ഒരു പിന്നെ എങ്ങനെയാ വെച്ചാൽ ഞാനും ഡിവൈനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഡിംപിൾ അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ഡിവൈൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓൾ ഇൻ ഓളാണ് അല്ലേ. ഇപ്പൊ എന്ത് കാര്യവും അറിയാം, ഞാൻ ഇവിടുത്തെ ആള് തന്നെയാണ് എന്നുള്ള രീതിയിൽ തന്നെ ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ട്. അതാണ് നമ്മൾക്കും ആവശ്യമായിരുന്നത്. അങ്ങനെ സവിത ചോദിച്ചിട്ടുണ്ട് എന്നും മമ്മിയും ഡിവൈനും ഹാപ്പി ആയിരിക്കട്ടെ. താങ്ക് യു. അടുത്തത് ഷബാന അനീസ് ചോദിച്ചിട്ടുണ്ട് മമ്മിക്ക് എങ്ങനെയുള്ളൊരു മരുമകൾ ആവണമെന്നായിരുന്നു ആഗ്രഹം, ഡിവൈൻ അതുപോലെ തന്നെ ആണോ? ഡിവൈൻ തിരിച്ചു. എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല. നമ്മളെങ്ങനെയാ വെച്ചാൽ ഒഴുക്കിനൊത്ത് പോവുക എന്നുള്ളത്. അവരെങ്ങനെയാണോ അവർക്ക് ഇഷ്ടം, സന്തോഷം ഏത് രീതിയിലാണോ ആ രീതിയിൽ പോകും. ഞാൻ ഇപ്പൊ പറയാം, ഞാൻ ഒട്ടും പുറത്തത്തെ ഫുഡ് പ്രിഫർ ചെയ്യുന്ന ആളല്ല. പക്ഷെ ഇപ്പൊ രണ്ടാളും കൂടി ഒത്തിട്ട് മെസ്സേജ് ചെയ്ത് ഓരോ ഫുഡ് വന്ന് മുന്നിലിരിക്കുമ്പോ ഞാനതിന് ആദ്യത്തെ കഷ്ണം എടുത്ത് ഞാനതിന്. പക്ഷെ മമ്മിക്ക് ഇഷ്ടമുള്ളതായിരിക്കും മേടിക്കുന്നത്. അതുണ്ട്. പക്ഷെ ഞാൻ എന്തിനാ നിങ്ങളത് വാങ്ങി ഞാൻ ചോദിക്കാറില്ല. കാരണം കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് അവരുടെ ലൈഫ് അവർ എൻജോയ് ചെയ്തിട്ടാണ്. ഇപ്പൊ നമ്മുടെ കാലമൊക്കെ കഴിഞ്ഞു തുടങ്ങി. ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു വന്നവരാ. ഇനി കുട്ടികൾ എൻജോയ് ചെയ്യട്ടെ, അത്രേ ഉള്ളൂ. അടുത്തത് ശ്രേയാനന്ദ ചോദിച്ചിട്ടുണ്ട് ഡിവൈൻ മമ്മിയുടെ സ്റ്റൈൽ ഫുഡാണോ ഇപ്പം വയ്ക്കുന്നത്? ഐ ലവ് യുവർ ഫാമിലി, ഐ എം എ ബിഗ് ഫാൻ ഓഫ് ഓൾ. അങ്ങനെ ഫുഡിന് എങ്ങനെയാ വെച്ചാൽ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് എങ്ങനെയാ വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അത് ഡിവൈനാണ് ചെയ്യുക. അതിപ്പോ എല്ലാവരും കഴിക്കുന്ന സംഭവങ്ങളാണ് ചെയ്യുക. ഇഡലി, ദോശ. അതൊരു വൻ സീനാണ്. രാത്രി ചോദിക്കും നാളെ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ രണ്ടിന്റെ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര തലവേദന. കാരണം നേരം വെളുത്ത് എണീറ്റിട്ട് ആ ദിവസം അങ്ങോട്ട് തുടങ്ങി കിട്ടാൻ വലിയ പാടി. രണ്ട് കുട്ടികളെ വെച്ചിട്ട് രാവിലത്തെ ഡിവൈനാണ്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യും. ചില ദിവസം എല്ലാ ദിവസത്തെയും ബാക്കി ഓരോ പീസുകൾ കിട്ടും. അപ്പൊ ആ ഒരൊറ്റ ദിവസം ഞങ്ങൾ അത് എടുത്തിട്ട് പറയും ഒരാളിത് 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 ഒരാളിത്. നമ്മുടെ എല്ലാ വീടുകളിലും അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ പറയുമ്പോ ആരും അത് പറയില്ല എന്ന് മാത്രം. എനിക്കത് പറയാൻ വിഷമമൊന്നുമില്ല കേട്ടോ. അപ്പൊ ചിലപ്പോ 2 ഇഡ്ഡലി ഉണ്ടാവും, ഒരു ദോശ ഉണ്ടാവും, കുറച്ച് ഉപ്പുമാവ് ഉണ്ടാവും, ഒരു കഷ്ണം പുട്ടുണ്ടാവും. അപ്പൊ എല്ലാം കൂടി ഒരു ദിവസം എടുത്ത് മേശപ്പുറത്ത് പല വിഭവങ്ങളും ഞങ്ങൾ അപ്പൊ അങ്ങനെ കഴിക്കും. പിന്നെ ഉച്ചലത്തെയാണ് പിന്നെ ഞങ്ങള് 3 പേരെ ഉണ്ടാവുള്ളൂ. ഞാനും ഡിംപിളും ഡിവൈനും അറിയാമയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തലേ ദിവസം എന്തെങ്കിലും തട്ടിക്കൂട്ടുണ്ടാവും. അല്ലെങ്കിൽ അപ്പൊ ചിലപ്പോ മോരടിച്ച് മുട്ടയും പൊരിച്ചിട്ട് ഒറ്റ കഴിക്കില്ല. അല്ലെങ്കിൽ ഞാൻ അറിയാണ്ട് ഇവര് 2 പേരും ഒത്തിട്ട് വല്ല പാർസൽ ബിരിയാണിയോ എന്തെങ്കിലുമൊക്കെ വരും. അപ്പൊ അത് ഞങ്ങൾ 4 ആളും കൂടി കഴിക്കും.
പിന്നെ രാത്രിയാണ് ഞങ്ങൾ. പിന്നെ 6 മണിക്ക് സ്നാക്സ് ഡാഡി കൊണ്ടുവരും. എല്ലാ ദിവസവും ഡാഡി കൊണ്ടുവരും, അല്ലെങ്കിൽ പിന്നെ ഡോൺ കൊണ്ടുവരും. ഡോൺ വരില്ല നേരത്തെ മിക്കവാറും, ഡാഡിയാണ് വരിക. ഡാഡി ചോദിക്കും എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇവര് ആവശ്യമുള്ള സംഭവങ്ങൾ പറയും, ഡാഡി കൊണ്ടുവരും. പിന്നെ രാത്രിയാണ് ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങളുടെ ഒരുമിച്ച് അടുക്കളയിൽ വർത്താനൊക്കെ പറഞ്ഞ്. ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി, അതിനുള്ള കറി ഉണ്ടാക്കും. പിന്നെ എന്തെങ്കിലും സാലഡ് ഉണ്ടെങ്കിൽ ഡാഡി ഉണ്ടാക്കും. അങ്ങനെ അത് ഞങ്ങൾക്ക് രാത്രിയാണ് ഞങ്ങളുടെ മെയിൻ. അതുകൊണ്ട് ഫുഡിന്റെ കാര്യം അങ്ങനെ അടുക്കളയിൽ ഇന്ന ആള് ഭക്ഷണം വെക്കുക അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് തൃശ്ശൂർ സ്റ്റൈൽ ഫുഡ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. വന്നിട്ടില്ല. കൂടുതലും കോട്ടയം സ്റ്റൈൽ ഫുഡ് തന്നെ ഇപ്പോഴും വെക്കുന്നത് അത് അറിയത്തുള്ളത് സത്യം. പിന്നെ അനില അനീഷ് പറഞ്ഞിട്ടുണ്ട് അമ്മയും മോളും സൂപ്പർ, താങ്ക് യു. പിന്നെ രാധിക വർമ്മ കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, മമ്മി ഡോൺ ചേട്ടനെയും ഡിംപിൾ ചേച്ചി ഒരുപോലെയാണോ സ്നേഹിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ പറയാട്ടോ, മമ്മിക്ക് രണ്ടുപേരും ഒരുപോലെ സ്നേഹമാണ്. പക്ഷെ മമ്മി സാഹചര്യം അനുസരിച്ച് നിൽക്കും. ഇപ്പൊ ഡോൺ ചേട്ടൻ കൂട്ടുകുട്ടാണ്, അപ്പുറത്ത് ഡിംപിളിനാണെങ്കിൽ മീൻസ് ഒപ്പം സ്നേഹിച്ചു പോകും. പക്ഷെ സാഹചര്യം അനുസരിച്ച് മമ്മി ബാലൻസ് ചെയ്ത് പോകാറുണ്ട്. അപ്പൊ ഒരുപോലെ തന്നെയാണ് സ്നേഹിക്കുന്നത്. പക്ഷെ നമ്മൾ പുറത്തു പോകും ഡോണിനോടാണോ സ്നേഹം കൂടുതൽ എന്ന് തോന്നും. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ, അമ്മ ഒരുപോലെ സ്നേഹിക്കും. ആദ്യമായിട്ട് ഡിവൈൻ പറയണ എല്ലാവരും പറയാൻ എന്താ പറയാ, എനിക്ക് ഡിംപിളിനോട് കൂടുതൽ സ്നേഹം. ഞാൻ ഒരിക്കലും അത് വീട്ടിൽ നടക്കുന്നത് അവര് കാണുന്നില്ലല്ലോ. നമുക്ക് ഡോൺ ചേട്ടനോട് ഒരു ഇത്തിരി കൂടുതലാ. അല്ല, ഞാൻ മാക്സിമം എങ്ങനെയാ വെച്ചാൽ അവനെ സപ്പോർട്ട് ചെയ്യും. കാരണം അവൻ അങ്ങനെ ഒരു കാര്യങ്ങൾ ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ ഒരു വാശി, അപ്പൊ ഞാൻ വാശി പിടിക്കൂ ഇവിടെ ഇല്ലല്ലോ. എന്നാലും അപ്പൊ അങ്ങനെ വരുമ്പോ അപ്പൊ ഞാൻ എങ്ങനെയാ വെച്ചാൽ അവര് മാക്സിമം, പിന്നെ അറിയാലോ അവൻ അങ്ങനെ സപ്പോർട്ട്, എന്റെ മാത്രം സപ്പോർട്ട് വേണ്ടിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ചും കൂടി അവനെ ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചു. ആ ഒരു വീഴ്ച വരുമ്പോഴല്ലേ നമ്മൾ മക്കളെ ചേർത്ത് പിടിക്കുക. ഇപ്പൊ നിന്നെയല്ലേ ഞാൻ ചേർത്ത് പിടിച്ചത്. ഇപ്പൊ രണ്ടുപേരും എന്താ പറയാ, എനിക്ക് എന്റെ 2 കണ്ണാണ് എന്റെ 2 മക്കള്, അത്രേ ഉള്ളൂ. ഇപ്പൊ എന്റെ 2 പാച്ചും തോന്നും ഇതിനേക്കാളൊക്കെ കൂടുതലായി. അങ്ങനെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മമ്മിയുടെ ഏത് നല്ല സ്വഭാവമാണ് ജീവിതത്തിൽ പകർത്തണം എന്ന് തോന്നിയിട്ടുള്ളത്? പകർത്തണം എന്ന് തോന്നിയിട്ടുണ്ട്, താർന്നു പോകരുത് ഏതൊരു സിറ്റുവേഷൻ. ഞാൻ സ്ട്രോങ് ആണ്, എന്നാലും നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പം ബാക്കിയുള്ള എല്ലാവരും വിഷമിച്ചാണ് മമ്മി എന്തിനാ നിങ്ങൾ വിഷമിക്കണേ, കുഴപ്പമില്ല, നമ്മള് ദൈവം നമുക്ക് തരുന്നത് വിധിച്ചിട്ടുള്ളത് തരത്തുള്ളൂ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു ഗുണം ഏതൊരു സാഹചര്യത്തിലും പിടിച്ചു നിൽക്കുക, അല്ലെങ്കിൽ കൂടെ ഉള്ളവരെ ചേർത്ത് പിടിക്കണം എന്നുള്ളൊരു സ്വഭാവം എനിക്ക് കിട്ടണം. കാരണം അതെന്തോ ഭയങ്കര പ്ലസ് പോയിന്റ് ആണ് എനിക്ക് തോന്നി. പക്ഷെ എനിക്കുണ്ട്, എന്നാലും മമ്മിയുടെ അത് കുറച്ചും കൂടെ എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡോൺ ചേട്ടന്റെ മമ്മിയോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? രണ്ടുപേരും ഞാൻ പറഞ്ഞ കുട്ടനും കുട്ടത്തി മമ്മി കുട്ടാതെ വിളിച്ചില്ല, കുട്ടനും കുട്ടത്തിയും വന്നു. അപ്പൊ അതൊക്കെ അത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് അങ്ങനെ കുറച്ചിത്തിരി കൂടുതൽ സ്നേഹം, അല്ലേ? മനസ്സിലായി. നാലാമത്തെ ക്വസ്റ്റ്യൻ 1 ക്വസ്റ്റ്യൻ ആണോ, ആൻസൺ ചേട്ടനെയാണോ ഡിവൈൻ ചേച്ചിയാണോ മമ്മിക്ക് കൂടുതൽ ഇഷ്ടം? 2 ചട്ടമ്പിയാണോ? മാത്തമാറ്റിക്സ്. കല്യാണം കഴിഞ്ഞ് ഇതുവരെ മമ്മി ചെയ്തതിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം? ഡിവൈനാ. ഇഷ്ടമില്ലാത്ത കാര്യം വരുന്നത് താൻ പറയടോ. എന്തുമായിരിക്കും? എനിക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോൾ ക്ലിക്ക് ആവുന്നില്ല. അങ്ങനെ പെട്ടെന്ന് ഇഷ്ടപ്പെടാമെങ്കിൽ ഒന്നും ചെയ്യാൻ ശരിക്കും ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഓർത്താ. അങ്ങനൊന്നും പറയാറില്ല, നമ്മുടെ കൂടെ ഇങ്ങനെ സപ്പോർട്ട്. കാരണം അതൊക്കെ നമ്മൾ ഓർത്തിരിക്കുന്നത്. ഇപ്പൊ എന്നോടായാലും ഇഷ്ടമില്ലാത്തൊരു കാര്യം പണ്ട് നടന്നത് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമില്ലാത്തുണ്ടെങ്കിൽ ഒറ്റയടിക്ക് വേഗം നമുക്കത് ഓർമ്മ വരും. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ആലോചിച്ചെടുത്തിട്ട് വരും. അപ്പൊ പിന്നെ അതങ്ങോട്ട് വിട്ടേക്ക്, ഞാൻ രക്ഷപ്പെട്ടു. ശ്രീകുട്ടി, is there anything for you, anything for which you wish to thank each other? അതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്തിനോട് തമ്പരാനോട് നന്ദി പറയുന്നുണ്ട്. ഞങ്ങൾ മനസ്സോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അല്ലാണ്ട് നമ്മൾ ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിൽ കാര്യമില്ല. കാരണം താങ്ക്സ് പറഞ്ഞിട്ടല്ല, അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടുകാരാണ് നമ്മൾ ചെയ്തു തന്ന കാര്യങ്ങൾക്ക് വീട്ടിലൊരു താങ്ക്സ് സോറി പറയാൻ പാടില്ല എന്നാ നമ്മള് പറയാ. സോറിയും താങ്ക്സും പറയാൻ പാടില്ല. ജാസ്മിൻ ജോജോ പറഞ്ഞിട്ടുണ്ട്, ലക്കി ഓഫ് ഹാവിങ് എ മോം ലൈക്ക് യു മമ്മി, ഐ വിഷ് ടു മീറ്റ് യു. കാണാം നമുക്ക്. എനിക്ക് കുറെ മക്കൾ എന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് എനിക്കും നിങ്ങളെയൊക്കെ കാണണം. ഞങ്ങള് എന്താ പറയാ മീറ്റപ്പ് വെക്കുന്നതായിരിക്കും. 3 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബേഴ്സ്. നമുക്ക് ഒരു ദിവസം എല്ലാവരും കൂടി അടിച്ചു പൊളിന്നൊക്കെ കുട്ടികളുടെ എന്തെങ്കിലും ഒരു ആവശ്യം വരട്ടെ, നമുക്ക് ഒന്നിച്ച് കൂടെ. അപ്പോഴേക്ക് കൊറോണ ഒക്കെ മാറട്ടെ കേട്ടോ. ഇത് എന്റെ വാക്കാ. അടുത്തത് ഈസി ടേസ്റ്റി കിച്ചൺ ബൈ രശ്മി. നല്ല പേരായിരുന്നു. ഈസി ടേസ്റ്റി കിച്ചൺ ബൈ രശ്മി. ലൈഫിൽ ഏത് സിറ്റുവേഷൻ വന്നാലും സ്നേഹത്തോടിരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പിന്നെ അനു ജേക്കബ്, ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള മരുമകൾ എന്ന ഡിവൈനെ പറ്റി ആദ്യം തോന്നിയത് എപ്പോൾ? അതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്.
ഞാൻ ആഗ്രഹിച്ച മരുമകൾ. ആഗ്രഹിച്ച് ഡിവൈന് പറ്റി അയ്യോ ഞാൻ ആഗ്രഹിച്ചത് പോലെയുള്ള മരുമകൾ എന്ന ഡിവൈനെ പറ്റി ആദ്യം തോന്നിയത് എപ്പോൾ? അതായത് ഞാൻ പറഞ്ഞില്ലേ, സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്താ പറയാ, ഇവിടെ ഇല്ലാത്തത് എങ്ങനെയാന്ന് വെച്ചാല്, നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഡാഡി ആയാലും മോനായാലും എന്നെയും ഡിമ്പിളിനെ എങ്ങനെയാ വെച്ചാൽ വീടിന്റെ പടിയിന്ന് കാറിൽ കയറിയിരിക്കുക, എവിടെയാണോ പോയി ഇറങ്ങേണ്ടത് അവിടെ ഇറക്കുക, അത് കഴിഞ്ഞ അതേപോലെ കയറി കാറിൽ വരിക, തിരിച്ച് വീട്ടിൽ വന്ന്. പേഴ്സില്ലാത്ത രണ്ട് ആത്മാക്കളാണ്. രണ്ടുപേർക്കും പേഴ്സില്ല, കാർഡുകളില്ല, ഒന്നുമില്ല. ഞങ്ങൾ കയറാൻ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താ പറയാ സൂപ്പർ മാർക്കറ്റിൽ കയറാൻ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകും, എന്ത് വേണമെങ്കിൽ വാങ്ങിച്ചിരും. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സംഭവം ഇല്ലാണ്ടല്ല, അതിന്റെ ആവശ്യം വന്നിട്ടില്ല. പക്ഷെ ഡിവൈൻ നേരെ തിരിച്ചാണ്. ഡിവൈൻ പണ്ട് തൊട്ടേ ചെറുപ്പം തൊട്ട് അങ്ങനെ തന്നെയാന്ന് തോന്നുന്നത്. സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ഡിവൈൻ വന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാം. ഡിവൈൻ കളിയാക്കി തുടങ്ങിയാണ്, അയ്യേ മമ്മി ഇത് എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോ ഡിമ്പിളിനും അതെ, ഇപ്പോഴാണ് ഡിമ്പിളിന് കാർഡ് വേണം, അക്കൗണ്ട് വേണം എന്നൊക്കെ തോന്നി തുടങ്ങിയത്. അപ്പൊ അത് എന്താ പറയാ, അത് ശരിക്കും ഒരു കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഡിവൈൻ വന്നത് അതല്ലേ ചോദ്യം, മരുമകളാണ്. അപ്പൊ അങ്ങനെ ഒരു കുട്ടിയാവണം എന്ന് എന്റെ മനസ്സിൽ എപ്പോഴും, കാരണം എന്നെ പോലെ ആവരുത്. ഞാൻ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നേരത്തെ ഒരു കുട്ടി ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ എന്തായിരിക്കും, അഞ്ജലി ചോദിച്ചു എന്താണ് ഡിവൈനോട് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവുന്നത്. ഇതായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, ഒരിക്കലും മമ്മിയെ പോലെ ഡിമ്പിളിനെ പോലെ ആവരുത്, സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ ഇപ്പൊ ഡിവൈൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പോലും അറിയാണ്ട് ഫുഡ് മേശപ്പുറത്ത് വരുന്നു പറഞ്ഞില്ലേ, അത് വലിയൊരു കാര്യല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ നിതമോളാണ്. അമ്മമാരായാൽ ശാസിക്കുമല്ലോ, അങ്ങനെ വേണ്ടി വന്നിട്ടുണ്ടോ? ഡിവൈൻ അതിൽ പിണങ്ങിയിട്ടുണ്ടോ? എന്നും സന്തോഷമായിരിക്കട്ടെ ഈ അമ്മയും മോളും. ഞാൻ ശാസിച്ചിട്ടൊക്കെ ഉണ്ടാവും, എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. ഡിവൈൻ പിണങ്ങിയിട്ടും ഉണ്ടാവും എന്ന് വെച്ചിട്ട് ആ ഇൻസിഡന്റ് ഓർക്കില്ല, കാരണം അത്രയും സീരിയസ് ഉള്ള സംഭവം അതുകൊണ്ടാണ് അത് ഓർക്കാത്തത്. പിന്നെ ഈസി കുക്ക് ബൈ റിനു, ഹാവ് മമ്മി എവർ സ്കോൾഡ് യു? ഡിവൈൻ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ മമ്മിക്ക് ദേഷ്യമുണ്ടോ? അമ്മായിമ്മ പോര് ചുമ്മാ കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ് നിങ്ങളെ എല്ലാവരും, ജസ്റ്റ് ലൈക്ക് മൈ ഫാമിലി മെമ്പേഴ്സ്. മമ്മി സ്കോൾഡ് ചെയ്തിട്ടുണ്ടോ? എനിക്കെങ്ങനെയാ വെച്ചാൽ കുട്ടികൾ വീട്ടിലേക്ക് പൊക്കോട്ടെ എന്നാ ഞാൻ പറയുക. അപ്പൊ അവര് വിചാരിക്കുന്നത് എന്താ മമ്മിക്ക് ദേഷ്യമായിട്ടാണോ വിടണേന്ന്. അല്ല, എങ്ങനെ നമ്മൾ പണ്ടുള്ളവർ പറയും പശുവിനെ കെട്ടുമ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് മാറ്റി കെട്ടണമെന്ന്. അതായത് നമ്മളെത്ര എങ്ങനെ നല്ല രീതിയിൽ നമ്മൾ നോക്കിയാലും, നമ്മുടെ ഇപ്പൊ ഡിമ്പിളിനായാലും എത്ര അവിടെ സുഖം ഉണ്ടെന്ന് പറഞ്ഞാലും 2 ദിവസം എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന ആ സുഖം അവിടെ എന്തായാലും കിട്ടില്ല. അതുപോലെ തന്നെയല്ലേ ഡിവൈനും. അപ്പൊ ഞാൻ ഡിവൈനോട് പൊക്കോളേനെ പറയുള്ളൂ, പോകണേന് ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടാറില്ല. പോയാലും ഞാൻ പറയും, മോളെ എന്തായാലും പോയതല്ലേ, 2 ദിവസം കൂടുതൽ നിന്നോ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും, അങ്ങനെ പറയാറുള്ളൂ കേട്ടോ, അല്ലാണ്ട് ഒന്നും പറയാറില്ല. ഷാൻ ചോദിച്ചിട്ടുണ്ട്, ഡിവൈൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോഴുള്ള മമ്മിയുടെ റിയാക്ഷൻ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കരയേ ചെയ്ത, ഞാൻ സന്തോഷം കൊണ്ടാണ് എനിക്ക് സങ്കടം വന്നത്, സന്തോഷം കൊണ്ടല്ല സങ്കടം വന്നത്. അതിപ്പോ ഒരുവിധ അമ്മമാർക്കൊക്കെ അങ്ങനെയാവും. പിന്നെ ഡോക്ടർ ബിൻസി BDS ചോദിച്ചിട്ടുണ്ട്, ഡിവൈൻ മമ്മിക്ക് വാങ്ങിക്കൊടുത്ത ഫസ്റ്റ് ഗിഫ്റ്റ് എന്താണ്? ഇന്നലെ ഇട്ട ടോപ്പ് ക്രിസ്മസിന് വാങ്ങിച്ചതല്ലേ, ഓഫ് വൈറ്റ്. ഞാൻ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ട് ഓഫ് വൈറ്റ് ഒരു ടോപ്പ് ഇട്ട, അത് ബിഗ് ബസാറിന്ന് ഗിഫ്റ്റ് എനിക്ക് ഇതിൽ വന്നതാ ക്രിസ്മസിന്. എനിക്ക് ഓർമ്മയുണ്ട്, ഡിവൈൻ മറന്നു, കാരണം കുറെ സാധനങ്ങൾ തന്നപ്പോ ഫസ്റ്റ് ഏതാന്ന് മറന്നു. മമ്മിയുടെ ക്യാരക്ടേഴ്സിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താ? ഡിവൈനും മമ്മിയും ഒരുമിച്ച് ഫസ്റ്റ് പോയ പ്ലേസ് ചെയ്ത ലോട്ട്സ് ഓഫ് ലവ് ബോത്ത് ഓഫ് യു. ഡിവൈന്റെ മമ്മിയുടെ ക്യാരക്ടർ നമ്മുടെ അല്ല ഞാനും ലീലാമ്മ അങ്ങനെ ക്യാരക്ടർ ആവോ എനിക്കറിയില്ല, അത് ഡിവൈനെല്ലാം സിമിലാരിറ്റീസ്. അമ്മ ആരെയും കണക്കാൻ നോക്കത്തില്ല, അത് മമ്മിക്കുണ്ട്. സിമിലാരിറ്റീസ് മീൻസ് എല്ലാവരോടും രമ്യതയിൽ രണ്ടുപേരും സംസാരിക്കും, ഒരു ശാന്തത ഉണ്ട് രണ്ടുപേർക്കും, അത് മമ്മിക്കും ഉണ്ട് എൻ്റെ അമ്മയ്ക്കും ഉണ്ട്. വേറെ അങ്ങനെ ആദ്യം പോയ സ്ഥലം ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ വല്യമ്മയുടെ അടുത്തേക്ക് അല്ല, ഷീബേച്ചിയുടെ അടുത്തേക്ക്, മരിച്ചവിടത്തേക്ക് അല്ലേ. ശരിയാ. അതായത് ഞങ്ങളുടെ ബെസ്റ്റ് ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, ഷീബയുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് കേച്ചേരിയില്, അവിടേക്കാണ് ഫസ്റ്റ് ഞങ്ങൾ പോയത്. സ്നേഹ എന്താ മമ്മിയോടാണ് കേട്ടോ, ഡിവൈൻ ചേച്ചിയാണോ തോമുവിനാണോ ഇഷ്ടം കൂടുതൽ? അത് ഞാൻ എപ്പോഴും
എല്ലാ കുട്ടികളോടും നിങ്ങൾ കാണുന്നവരോടും ഞാൻ പറയാറുണ്ട്, ഭാര്യമാര് പ്രസവിച്ചു കഴിഞ്ഞാൽ ഭർത്താക്കന്മാര് കുട്ടികളെക്കാൾ കൂടുതൽ ഭാര്യമാരെ സ്നേഹിക്കണം. എന്തിനാണെന്നറിയോ? അപ്പൊ അവര് കൂടുതലായിട്ട് കൊച്ചിനെ നോക്കും. തിരിച്ച് കുട്ടിയോട് കൂടുതൽ സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ അവര് വിചാരിക്കും ഇപ്പൊ കുട്ടി വന്നപ്പോ എന്നെ ഇഷ്ടമല്ല എന്ന്. അതുപോലെ തന്നെയാണ് നമ്മൾ തോമൂനെ സ്നേഹിക്കുമ്പോ എങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പൊ എനിക്ക് ഡിംപിളിനെ ദേഷ്യം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരോട് സ്വാഭാവികമായിട്ടൊരു ദേഷ്യം വരും. തിരിച്ച് ഡിംപിൾ നല്ല കുട്ടിയായിട്ടാന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഉള്ളിൽ ആ കുട്ടി കൊള്ളാലോ എന്ന് തോന്നും. അത് ആ കുട്ടി നന്നായിട്ടല്ല, നമ്മുടെ മക്കളെ നല്ലത് പറയുമ്പോൾ. അതുപോലെ അപ്പൊ സ്വാഭാവികമായിട്ട് എങ്ങനെ വരിക? ഞാൻ തോമൂനെ ഇഷ്ടപ്പെടുമ്പോൾ ഡിവൈൻ എന്നോട് ഇഷ്ടം വരും. അപ്പൊ അങ്ങനെയാണ്. അതൊരു എന്താ പറയാ, അതൊരു അതാണ് കേസ്. പിന്നെ അതുല്യറാം ചോദിച്ചിട്ടുണ്ട്, ദ ക്വാളിറ്റി ദാറ്റ് മമ്മി ലൈക്സ് ഇൻ ഡിവൈൻ വിച്ച് കുഡ് ഡിംപിൾ ലേൺ ഫ്രം ഡിവൈൻ. ഞാൻ പറഞ്ഞല്ലോ, സ്വതന്ത്രമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. ദ ഡാർക്ക്, മമ്മിയും ഡിവൈൻ ചേച്ചിയും അടിപൊളിയാണ്. മമ്മിക്ക് ഡിവൈൻ ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഇഷ്ടമില്ലാത്തൊരു കാര്യം, ഇഷ്ടപ്പെട്ട കാര്യമൊക്കെ പറഞ്ഞു. ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് ഫുഡ് വെക്കുമ്പോ ഒന്നും കഴിക്കാത്തത്. ഇപ്പൊ പിന്നെ കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നുള്ള മമ്മി അല്ല, ഡിവൈൻ വെക്കണോ ഞങ്ങൾ തിന്നണം, അപ്പൊ പിന്നെ പ്രശ്നമില്ല. പിന്നെ ശാന്തനെ ചോദിച്ചിട്ടുണ്ട്, ഡിവൈന് മമ്മിയിൽ ഇഷ്ടമുള്ള ഒരു ക്വാളിറ്റി തിരിച്ച് മമ്മിക്ക് അതൊക്കെ പറഞ്ഞു. ഡിവൈൻ വന്നതിന് ശേഷം വീട്ടിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായതായി മമ്മിക്ക് തോന്നിയിട്ടുണ്ടോ? പിന്നെ മുമ്പ് എങ്ങനെയാ വെച്ചാൽ ഈ വീട്ടില് റോട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വീടിന്റെ ഉള്ളിൽ ആളുണ്ടെന്ന് അറിയില്ല. കാരണം ഒരു അനക്കം ഉണ്ടാവില്ല, പട്ടികൾ പോലും സൈലന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോ ചിരിയും ബഹളവും തിക്കും തിരക്കും മേളം നിങ്ങൾക്ക് ഏകദേശം കണ്ടപ്പോ മനസ്സിലായിണ്ടാവും. അത് ഭയങ്കര ഒരു വ്യത്യാസം. ഇപ്പൊ കോളിംഗ് ബെൽ അടിച്ചാൽ പോലും ചിലപ്പോ അകത്ത് കേട്ടു വരില്ല, അത്രയും ബഹളം. തോമു അതിന്റെ അപ്പുറത്താട്ടോ, പാവാ. അണ്ടർലൈൻ ചെയ്യാം. പിന്നെ മിന്നു മനു ചോദിച്ചിട്ടുണ്ട്, ഡിവൈൻ ചേച്ചിക്ക് മമ്മിയോട് അസൂയ തോന്നുന്ന ഒരു കാര്യം പറയോ? തിരിച്ച് മമ്മിയും പറയണം. ഡിംപിൾ ചേച്ചിയുടെ പ്രഗ്നൻസി ടൈമിൽ ഡിവൈൻ ചേച്ചി എത്രത്തോളം മമ്മിയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി? ലവ് യു ചേച്ചി ആൻഡ് ഫാമിലി. തോമുന് സ്പെഷ്യൽ ഉമ്മ. മമ്മിയോട് അസൂയ തോന്നി, ചിലപ്പോ ഉണ്ടാവും. ഞാൻ കുട്ടാന്ന് കളിക്കുന്ന കുട്ടനെ എന്തെങ്കിലും പറഞ്ഞ ഉടനെ വരും, കുട്ടത്തിൽ കൂടെ വരും. എന്താ അങ്ങനെ? അവൻ അറിയില്ല, അതുകൊണ്ടല്ലേ അല്ലേ? ചേട്ടനെ കുറ്റം പറയാൻ സമ്മതിക്കില്ല. ഡോണിനെ എങ്ങനെയാ വെച്ചാല് ഡാഡിയുടെ പോലെയല്ല, കിച്ചണിൽ കയറി ഒന്നും ചെയ്യാനായിട്ട് അറിയില്ല. അപ്പൊ ഡിവൈൻ്റെ കംപ്ലൈന്റ് എന്താ വെച്ചാല്, എന്തുകൊണ്ട് ഒപ്പം നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തന്നൂടെ. അപ്പൊ ഞാൻ വേഗം പറയും അവനറിയില്ല, അവന് ശീലമില്ല, അതുകൊണ്ടല്ലേ. അതാണ്, അല്ലാണ്ട് വേറൊന്നുമില്ല. പിന്നെ എന്തൊട്ടോ ചോദിച്ചിട്ടുണ്ട്, ഡിംപിൾ ചേച്ചിയുടെ പ്രഗ്നൻസി ടൈമിൽ ഡിവൈൻ ചേച്ചി പറഞ്ഞല്ലോ അത്. പിന്നെ ശ്രേയ കിച്ചൻസ് ആൻഡ് വ്ലോഗ്സ്, അമ്മയും മോളും തന്നെ. അമ്മയുടെ ചാനൽ കാണുന്നവർക്ക് അമ്മയെ അറിയാം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. വൺ ലൈഫ് വൺ ഡ്രീം. കോട്ടയം നിന്നൊരു മരുമോൾ എങ്ങനെ? Any difference between Kottayam and Thrissur girls? Because I am also from Kottayam. People used to say Kottayam girls are bit oversmart and difficult to manage. മമ്മിക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കോട്ടയം തൃശ്ശൂർ രണ്ട് തന്നെയാ. അതിപ്പോ ഡിംപിളും ഡിവൈനും രണ്ടും രണ്ട് ടൈപ്പ് അല്ലേ, അത്രേ ഉള്ളൂ കോട്ടയവും തൃശ്ശൂരായിട്ടുള്ള വ്യത്യാസം. പിന്നെ ഓരോ നാട്ടിലും ഓരോ സംസ്കാരമുണ്ട്, അതിപ്പോ നമുക്കൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ. കോട്ടയത്ത് എന്റെ എത്ര കസിൻസ് ഉണ്ട്, അങ്ങനെ കുഴപ്പമില്ല. ഓരോ നാടിനും ഇപ്പൊ ട്രിവാൻഡ്രത്തുള്ള കുട്ടികൾ വേറെ രീതിയിലോ. തൃശ്ശൂർ എങ്ങനെയാ വെച്ചാൽ മൊത്തത്തിൽ ഇത്തിരി ഓർത്തഡോക്സ് ടൈപ്പാണ്. എല്ലാത്തിനും പെൺകുട്ടികളെ ഒന്ന് പിന്നിലേക്ക് പിടിച്ച് വെക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പൊ ഞാൻ അതിനേക്കാൾ കൂടുതലും കൂടി ആയിരുന്നു. മാത്രം ഈ ഫീൽഡിൽ നിൽക്കുമ്പോ എന്താ പറയാ, മാക്സിമം ഒതുക്കത്തിലാവണം എന്ന് വിചാരിച്ച് ഞാൻ അവളെ പിന്നിലേക്ക് വലിച്ചു. അത് ഇത്തിരി കൂടുതലായി എന്ന് ഇപ്പൊ എനിക്ക് തോന്നി. പക്ഷെ ഇപ്പൊ ഡിംപിൾ ബോൾഡാട്ടോ, ഗുഡ് ഗേൾ ആണ്. യൂസഫ് ബാബി ചോദിച്ചിട്ടുണ്ട്, മമ്മിയിൽ നിന്ന് പഠിക്കണമെന്ന് തോന്നിയ ഒരു കാര്യം ഡിവൈൻ പറയൂ. പറഞ്ഞു ഓൾറെഡി ഞാൻ. മമ്മിയിൽ നിന്ന് പഠിക്കണം. ഡിവൈന് മാറ്റണം എന്ന് മമ്മിക്ക് തോന്നിയ ഒരു കാര്യം മമ്മി പറയും. മുമ്പ് എപ്പോഴും പിണങ്ങല്ല, എപ്പോഴും സങ്കടം, ഇങ്ങനെ നോക്കിയിരിക്കെ മൂഡ് സ്വിങ്സ് കൂടുതലാണ്. പിന്നെ അപ്പൊ നമ്മൾക്കറിയാലോ, വന്നതും കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ആള് പ്രഗ്നന്റ് ആയി. അപ്പൊ അതിൻ്റെതായ സംഭവങ്ങൾ ഉണ്ടാവുന്നത് നമുക്കറിയാം. അതുകൊണ്ട് പിന്നെ അത് അതിൻ്റെതായ ഒരു വശമാണ്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ, പാർവതി മേനോൻ പറഞ്ഞിട്ട് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ രണ്ടാളും ഒരുപാട് ഇഷ്ടം. താങ്ക് യു. പാറു എപ്പോഴും എന്നോട് സംസാരിക്കുന്ന ഒരു മോളാട്ടോ പാറു. എന്താ പറയാ, പാറുവിന് നല്ലൊരു സുന്ദരി ഒരു കുട്ടിയുണ്ട്. അപ്പൊ എപ്പോഴും ഇപ്പൊ പോലും എന്നോട് സംസാരിച്ചു വെച്ചോളൂ.
അടുത്തത് ശില്പ ശരത്. ഡിവൈനിൽ നിന്നും മമ്മി എക്സ്പെക്ട് ചെയ്തിട്ട് കിട്ടിയ കാര്യം. ഞാൻ പറഞ്ഞില്ല ഇത്തിരി ബോൾഡ് ആവണം കുട്ടികള്, സ്വന്തമായിട്ട് കാര്യങ്ങൾ. അതല്ലേ ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങളല്ലേ. അല്ല, പ്രതീക്ഷിച്ച് കിട്ടിയ കാര്യം കിട്ടിയില്ലേ? കിട്ടിയോ? അതായത് എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാനുള്ള കഴിവുള്ള ഒരു കുട്ടിയായിരിക്കണം. കാരണം ഡിംപിളിനെ സംബന്ധിച്ച് ഡിംപിളിന് പെട്ടെന്ന് ഒരു സംഭവം വേണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ വേണ്ട, നിസ്സാരം പാർലറിൽ ഒന്ന് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡാഡി വരണം, ഡോൺ വരണം, പിന്നെ അവരുടെ സമയം നോക്കണം, ഒക്കെ ചെയ്യണം. ഡിവൈനെ സംബന്ധിച്ച് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ആള് ചിലപ്പോ വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് ചെയ്ത് തന്നിട്ട് പോകും അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് വ്യത്യാസം. വളർത്തു ദോഷം. അതെ. പിന്നെ യു ബെസ്റ്റ് മലയാളി. ഡിവൈൻ വീട്ടിൽ വന്നപ്പോ മമ്മി തന്ന മറക്കാൻ പറ്റാത്ത ഉപദേശം. എന്റെ മോനെ എന്തോ ഒരു ഡയലോഗ് അടിക്കില്ല എപ്പോഴും. ഞാൻ എപ്പോഴും പറയും, ഞാനല്ല, അതെല്ലാ അമ്മമാരും പറയണതാ. ഞാൻ എപ്പോഴും ഡിവൈനോടായാലും ഇപ്പൊ ഡിംപിളിനോടായാലും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്. ഡിവൈൻ എത്ര ഡോണിനെ സ്നേഹിക്കണോ അത്രയും ഞാൻ ഡിവൈനെ സ്നേഹിക്കും. കാരണം നമ്മളുടെ ആവശ്യം നമ്മുടെ മക്കളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഡിവൈൻ ഡോണിനെ സ്നേഹിച്ചില്ലെങ്കിൽ എനിക്കുള്ള സ്നേഹം പോകും. അപ്പൊ അങ്ങനെയാണ്. അതും ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രയാങ്കിൾ. അങ്ങനെ കുറെ കുഞ്ഞു 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 കാര്യങ്ങളുണ്ട്. മമ്മീനെ പോലുള്ള അമ്മായിമ്മയാണോ ഡിവൈൻ വിചാരിച്ചത്? എനിക്ക് വർത്താനം പറഞ്ഞ ഒരാൾ വേണമെന്നുണ്ടോ? അത് കുറച്ച് പോരെടുക്കുന്ന ആള് വേണമായിരുന്നു. വേണ്ട, എനിക്ക് വയ്യ. മമ്മിക്ക് ഡിവൈൻ ഇഷ്ടമില്ലാത്ത കാര്യം, മമ്മീനെ പോലെ വീട് നോക്കാൻ ഡിവൈൻ ശ്രദ്ധിക്കാറുണ്ടോ? ഇപ്പൊ സമയം കിട്ടാറില്ല. അതുകൊണ്ട് പിന്നെ അതിനെ കുറിച്ച് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഫുൾ ടൈം തോമുന്റെ കൂടെ ചെയ്യണം. ഇപ്പൊ പാച്ചുണ്ട്, പാച്ചുവിന്റെയും ഞാൻ കുട്ടികളോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ വീട്ടിലത്തെ ഒരു കാര്യം നോക്കണ്ട, മറിയാമ്മ അത്യാവശ്യം ചില കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നോക്കുക, ബാക്കിയൊക്കെ എനിക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളൊന്നും. അതുകൊണ്ട് ഇപ്പൊ പറയാൻ പറ്റില്ല. ഫെബിന ചോദിച്ചിട്ടുണ്ട്, ഡിവൈൻ്റെ ലൈഫിൽ മമ്മി കാരണം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? മമ്മി കാരണം വന്ന മാറ്റം, അങ്ങനെ മാറ്റങ്ങളൊന്നും. ഡോൺ ചേട്ടനെ ഒന്നും കൂടെ ചിറപ്പിയത് മറ്റേത് എനിക്ക് ദേഷ്യം വന്നാൽ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഞാൻ തന്നെ പിന്നെയും പോയി ചൊറിഞ്ഞിരിക്കും. അങ്ങനെ മമ്മിയുടെ കുട്ടനെ വിട്ടുള്ളൊരു കളിയില്ല. മഞ്ജു ബിനോ ചോദിച്ചു, കോട്ടയത്ത് എവിടെയാണ് വീട്? എൻ്റെ വീട് കോട്ടയത്ത് മണർകാടാണ്. വിജി ക്ലീറ്റസ്, ഹായ് ഡിവൈൻ ആൻഡ് ബെൻസി ചേച്ചി. വിജി സ്ഥിരം ഇതുപോലെ മെസ്സേജ് ഹായ് പറയാമോ? ഹായ്. അനുഷ്ക എൽസ, ഡിവൈൻ പുറത്ത് ഒരു ജോലി കിട്ടിയാൽ ആന്റിയും ഡോൺ ചേട്ടനും വിടുമോ? പിന്നെന്താ, നല്ലതല്ലേ. സെൽഫ് ലേണിങ്ങിനെ കുറിച്ച് ആന്റിക്ക് എന്താ അഭിപ്രായം? നല്ലതാ. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാം. അതിന് ഞാൻ ഇപ്പൊ ഡിംപിളിനെയും ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവളുടെ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് ഒന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞിപ്പോ പോണം, ജോലി ചെയ്യണം, സ്വന്തം കാലിൽ നിൽക്കണം എന്ന് ഞാൻ കുട്ടിയോട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നിഷ പ്രിയ ചോദിച്ചിട്ടുണ്ട്, മമ്മിയുടെയും ഡിവൈൻ്റെയും ക്വാളിഫിക്കേഷൻ. ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ്. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്റെ കല്യാണം കഴിഞ്ഞു. ഒന്നിനും പോകാൻ പറ്റും. PhD in homemaking. ശരണ്യ സതീഷ്, ഡിവൈനിലുള്ള ഡിംപിളിൽ ഇല്ലാത്ത ഒരു നല്ല ഗുണം. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. സ്വന്തമായിട്ടൊരു അഭിപ്രായമില്ല. ഡിംപിളിന് ഇപ്പോഴും സ്വന്തമായിട്ടൊരു അഭിപ്രായമില്ല. ആരെന്ത് പറഞ്ഞോ അപ്പൊ 2-3 പേര് പറയുമ്പോ ആ 3 കൂടിയിട്ട് മനസ്സിലിട്ടിട്ട് അഴിച്ചിട്ട് എന്താ പറയാ ഒക്കെ കൊളാക്കും. അതാണ് ഡിംപിള്. സ്വന്തമായിട്ടൊരു അഭിപ്രായമില്ല. ഇനി അങ്ങനെ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പൊന്നു അനിൽ, എല്ലാവരും ഒരുമിച്ച് എപ്പോഴാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാറ്? രാത്രി സമയം. രാത്രി ഞങ്ങൾ 12 മണി വരെയൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുറെ സംസാരിച്ചിട്ടാണ് കിടക്കുക. അതനുസരിച്ച് രാവിലെ ലേറ്റ് ആവും എണീക്കാനും. പിന്നെ ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ, ഡിവൈൻ ആദ്യമായി തൃശ്ശൂർ വന്നപ്പോ തൃശ്ശൂർ സ്ലാങ്ങും ആന്റിക്ക് ഡിവൈൻ വന്നപ്പോ കോട്ടയം സ്ലാങ്ങും എങ്ങനെ ഉണ്ടായി എക്സ്പീരിയൻസ്? ഒരു എക്സാമ്പിൾ കൂടി പറയുമോ? അയ്യോ കുറെ ഉണ്ട് മക്കളെ പറയാനായിട്ട്. കാരണം ഫോണിൽ കൂടെ ഞങ്ങൾ സംസാരിക്കുമ്പോ ഉണ്ടല്ലോ, കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് ഫോണിൽ കൂടെ സംസാരിക്കുമ്പോ നമ്മള് നല്ല കാര്യങ്ങളാവും പറയാ. നല്ല ഗുണ്ടുമണി അതിൻ്റെ എന്ന് പറയുമ്പോ നമ്മള് ഭയങ്കര ഇഷ്ടത്തിൽ പറയുക. നല്ല ഗുണ്ടുമണി എന്ന് പറയില്ലേ, അവിടെ ഫീൽ ചെയ്തില്ലേ എന്നെ ഗുണ്ടുമണി. ആളുടെ വിചാരം അതെന്തോ ഒരു മോശം സംഭവമായിരുന്നു. അതുപോലെ നമ്മളെ എന്തെങ്കിലും പിന്നെ ഉണ്ടല്ലോ ചുണ്ട്. പിന്നെ കുറെ സാധനങ്ങള്, അതായത് നമ്മളിവിടെ വാഴക്കൂമ്പ് ഉണ്ടല്ലോ, വാഴക്കൂമ്പ് ഒരു സൂപ്പർ മാർക്കറ്റ് മമ്മി ചുണ്ട് വേണോ? ചുണ്ട്. ചുണ്ടോ? ഇതെന്ത് ചുണ്ട് ഇട്ട് നോക്കുമ്പോ വാഴക്കൂമ്പ്. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. മണ്ടയ്ക്ക് വെക്കാന്ന് പറയും. മണ്ടയില്
അപ്പൊ ഞാൻ പറയും മൺഡേ വെക്കട്ടെ, ട്യൂസ്ഡേ വെച്ചാൽ മതി എന്ന് പറയും. അതായത് മൺഡേയിലെന്ന് ഉദ്ദേശിക്കുന്നത് എന്തിന്റെങ്കിലും മുകളിൽ നിന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കുറെ വാക്കുകളുണ്ട്. ഇപ്പൊ എനിക്ക് കുറെയൊക്കെ മനസ്സിലാവും കേട്ടോ. പിന്നെ നമ്മൾ തമാശക്ക് പറയുന്ന കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാവില്ല. ഇവർക്ക് അത് ഭയങ്കര സീരിയസ് സംഭവമാണെന്ന് തോന്നും. അങ്ങനെയുള്ള കുറച്ച് ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊക്കെ മനസ്സിലായി തുടങ്ങി. അഖില സജി ചോദിച്ചിട്ടുണ്ട്, മമ്മിക്ക് ഡിംപിളിനോട് കെയർ കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്, അതുപോലെ തന്നെയുള്ള കെയറിങ് ഡിവൈനും തോന്നാറുണ്ട്, എപ്പോഴെങ്കിലും മക്കളാവില്ലെന്ന് തോന്നിയിട്ടുണ്ടോ? ജസ്റ്റ് ഫോർ ഫൺ, സീരിയസ് ആയി എടുക്കല്, ലവ് യുവർ ഫാമിലി. എന്തെന്ന് പറഞ്ഞാലും മമ്മിയുടെ സ്വന്തം മോളാണല്ലോ ഡിംപിൾ. ഇപ്പം എനിക്ക് എന്റെ അമ്മ അവളെ മരത്തില്ല മമ്മി, അപ്പൊ അതുപോലെ തന്നെയാണ് ഡിംപിളിനെ തന്നെയാണ് കെയർ ചെയ്യേണ്ടത്. അല്ല, ഇപ്പൊ ഈ പറഞ്ഞ കുട്ടിക്കും സംഭവം തമാശക്ക് തന്നെയാണെങ്കിൽ പോലും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. എത്ര വന്നാലും പറയില്ലേ, കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. എപ്പോ വന്നാലും നമ്മുടെ അത് പത്രാസിനൊക്കെ പറയാം, അയ്യോ എന്റെ മകളെ പോലെയാണ് എന്റെ മരുമകള്. പക്ഷെ മകള് വേറെ, മരുമകള് വേറെ. അങ്ങനെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ജീവിതം വിജയിക്കും. തിരിച്ചയ്യോ അതെന്റെ മോളെ പോലെയാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് കാണുമ്പോൾ മോൾക്ക് ചിലപ്പോൾ വിഷമം വരും. അങ്ങനെയൊന്നും പറയണ്ട. നമ്മൾക്ക് ആ കുട്ടികൾക്കുണ്ടല്ലോ അമ്മമാര്, അപ്പൊ ആ അമ്മമാർക്ക് ആ മോൾ എപ്പോഴും പ്രിയപ്പെട്ടതല്ലേ, അങ്ങനെ വിചാരിച്ചാൽ മതി. പിന്നെ തൂവൽ, മമ്മിക്ക് ഡിവൈൻ ചേച്ചി ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താണ്? ഡിവൈൻ എങ്ങനെയാ വെച്ചാൽ കുറേ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കില്ല, വളരെ കുറച്ച് എണ്ണപ്പെടുന്ന വിഭവങ്ങളുണ്ട്, അതെല്ലാതും നല്ല ടേസ്റ്റാണ്. അച്ചാറുകൾ നല്ലോണം ഉണ്ടാക്കുക. അതാ ഞാൻ പറഞ്ഞത്, കുറേ വിഭവങ്ങൾ നമ്മൾ കുറേ കറിയിൽ വെക്കണ പോലെ ഒന്നല്ല. പരിപ്പിലാണെങ്കിൽ 1-2 വെറൈറ്റി ഉണ്ട്, മീനിലുണ്ട്, അച്ചാറുകൾ നന്നായി ഉണ്ടാക്കും. അങ്ങനെ പാലപ്പം പിന്നെ നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ കുറേ ഇഡ്ഡലി, അങ്ങനെ കുറേ സാധനം ചെയ്യുന്ന സംഭവങ്ങൾ ഏറ്റവും രുചിയുള്ളതായിരിക്കും, അത് ഉറപ്പാണ്. തൂവലിന് ശരിക്കുള്ള പേര് ശീതൾ എന്നാണ്. ശീതൾ. പ്രസീത ശ്രീകുമാർ, ഡിവൈനിൽ കണ്ടിട്ടുള്ള ഗുഡ് ക്വാളിറ്റീസ് 3 പറഞ്ഞു. ക്വാളിറ്റീസ് പറഞ്ഞു ഞാൻ. പിന്നെ ജോഷില സന്തോഷ് ചോദിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ടു ഫേവറേറ്റ് ക്വാളിറ്റി ഓഫ് ഡിവൈൻ, അതൊക്കെ പറഞ്ഞു. ക്വസ്റ്റ്യൻ ടു ഡിവൈൻ, ഫേവറേറ്റ് ഫുഡ് ദാറ്റ് പ്രിപ്പയർഡ് ബൈ മോം, അതും പറഞ്ഞു. പിന്നെ ജോഷ്മി ചോദിച്ചിട്ടുണ്ട്, ഡിവൈനും മമ്മിക്കും ഒരേപോലെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? സൂപ്പർ മാർക്കറ്റിൽ പോകും, പുറത്തു പോയി ഞങ്ങൾക്ക് രണ്ടുപേർക്കും നാളായി പോയിട്ട് അറിയോ, കൊറേ നാളായി അടിച്ചു പൊളിച്ചിട്ട് കുറച്ച് നാളായി. അതെ, മെയ് മാസത്തില് കയറിയതാ. ഇന്നലെ ഞാനൊന്ന് ഓടിപ്പോയി, ഇവിടെ തൊട്ടടുത്തൊരു സൂപ്പർ മാർക്കറ്റിൽ ഓടി വന്നു. പക്ഷെ മമ്മി അവിടെ ഡാഡി ഇട്ടിട്ട് പോയി. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഡാഡി എന്നെ ഇറക്കി, ഞാൻ ഫോൺ പോലും എടുത്തിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ മമ്മി അവിടെ കടയുള്ള ഡാഡി എന്നെ മറന്നു. കൊറേ കഴിഞ്ഞപ്പോ അവൻ ചോദിച്ചു, മാം ബില്ല് ക്ലോസ് ചെയ്തിട്ട്, അപ്പൊ നമ്മുടെ ഓൾറെഡി പേഴ്സില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ഡാഡി വരും, ഡാഡിയുടെ കാർഡാണ്, ഡാഡി വരുന്നുണ്ട്. കുറെ കഴിഞ്ഞ് കണ്ടപ്പോ അവരെനിക്ക് കസാര ഇട്ട് വന്നു. ഞാൻ പറഞ്ഞു വേണ്ട, കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ അവരോട് പറഞ്ഞു, എന്നെ മറന്നു വെച്ച് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ ഡാഡി വന്നു, ബില്ല് വെച്ച് സാധനങ്ങൾ. അപ്പൊ ഞാനത് പറയും കുട്ടികളോട്, ഇനി അങ്ങനെ ആവരുത്, നിങ്ങൾ തന്നെ പോണം, തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കണം, തന്നെ ബില്ല് പേ ചെയ്യണം, തന്നെ മടങ്ങി വീട്ടിൽ കയറി വരണം എന്ന് പറയും ഞാൻ. പിന്നെ മൈ ഡ്രീംസ് ചോദിച്ചിട്ടുണ്ട്, മമ്മിയുടെ ലൈഫിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് സ്വന്തം ലൈഫിലേക്ക് പകർത്തണമെന്ന് തോന്നിയിട്ടുള്ളത്? അത് ഞാൻ പറഞ്ഞു. ഡിവൈൻ ചേച്ചിയെ മരുമകളായി കിട്ടിയതിൽ മമ്മിക്ക് അഭിമാനം തോന്നി നിമിഷങ്ങൾ പറയണം. ഞാൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റൽ കേസാണ് മെയിൻ ആയിട്ട്. എന്നും നല്ലത് മാത്രം ഉണ്ടാകട്ടെ. താങ്ക് യു. സിനി റേച്ചൽ, ഡിംപിൾ ചേച്ചി 5th മന്ത് തൊട്ട് കടന്നുപോയ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിൽ എത്രത്തോളം ഡിവൈനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റി? ഡിവൈനെ ഫോണിൽ കൂടെ മെസ്സേജ് വഴിയാണ് ഡിവൈൻ കംപ്ലീറ്റ്. കാരണം ആ സമയത്തൊന്നും ഡിവൈൻ വീട്ടിലാണ്. ഡിവൈൻ വന്ന് ആ ഞായറാഴ്ചത്തെ ഡേ ലൈഫിലാണ് നമ്മൾ ആ ഹോസ്പിറ്റലൈസ് ആയതും. അപ്പൊ പിന്നെ ഇല്ല, 1 മാസം ഇരുന്നു ഞങ്ങള്. 1 മാസം ഉണ്ടായിരുന്നു. 1 മാസം ഇരുന്നിട്ട് 5th മന്ത് തൊട്ട് കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിൽ എങ്ങനെ കൂടെ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ സമാധാനിപ്പിക്കുന്ന, എനിക്ക് ആശ്വസിപ്പിക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമില്ല. വരായികൾ പറയും, പിന്നെ അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറയും. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറയാം, ഫുഡ് കഴിക്കുക, ശാസിക്കും, അതൊക്കെ ചെയ്യും. അല്ലാതെ താഴെ ഇരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഡിംപിളിന്. അത് അപ്പോഴും ഞാൻ വഴക്ക് പറയായിരുന്നു. ആദ്യത്തെ 1 പ്രാവശ്യം കണ്ടപ്പോൾ ഞാൻ ചീത്ത വിളിച്ചു, പിന്നെ അത് കുറഞ്ഞു. ഡിംപിളിനോട് പറഞ്ഞ ആദ്യം എനിക്ക് അവിടെ ഇരിക്കുമ്പോഴേ ആശ്വാസം തന്നെ, അതൊന്നും അല്ല എന്ന് പറഞ്ഞ് വഴക്ക് പറയായിരുന്നു. പിന്നെന്താ, അങ്ങനെയൊക്കെയുള്ള മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിംപിളിനെ സംബന്ധിച്ച് ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ ചേച്ചിയുടെ സ്ഥാനത്ത്, അനിയത്തിയുടെ സ്ഥാനത്ത്, ഫ്രണ്ടിന്റെ സ്ഥാനത്ത് എല്ലാ സ്ഥാനം കൂടി ഈ ഒരാൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ. അപ്പൊ അതിൻ്റെതായ ഒരു കെയർ ഒക്കെ ഡിവൈൻ കൊടുത്തിട്ടുണ്ട് ഡിംപിളിന്. പിന്നെ ജിജാമൽ, മമ്മി ഉണ്ടാക്കുന്ന ഫുഡിൽ ഡിവൈന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് അത് പറഞ്ഞു. മമ്മിയുടെ വീഡിയോസിൽ കൂടുതലും കുക്കിംഗ് ആണല്ലോ,
വെറൈറ്റി ഫുഡൊക്കെ വീട്ടിൽ പരീക്ഷിക്കാറുണ്ടോ? തോമുട്ടിക്ക് സുഖമാണ്. തോമുട്ടി സുഖമായിട്ടിരിക്കുന്നു. മമ്മിയുടെ പരീക്ഷിക്കും. നല്ല രീതിക്ക് ഞങ്ങളെ വെച്ച് പരീക്ഷിക്കാറ്. ഞാൻ പരീക്ഷിച്ചിട്ട് നന്നായി തോന്നുന്നതാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ. അല്ലാണ്ട് അല്ലെങ്കിൽ അത് ചുമ്മാ കൊണ്ടുവരത്തില്ല, പരീക്ഷിക്കും. ഞങ്ങളിൽ പരീക്ഷിക്കും. കൊള്ളാമോ എന്ന് കണ്ട പിന്നെ അതെ നിങ്ങൾക്ക് തരും. അങ്ങനെയാണ്. നൗഫിയാസായി വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ രണ്ടുപേരും? വഴക്കൊന്നുമില്ല. അതിനുള്ള സാഹചര്യം ഒന്നും കിട്ടിയിട്ടില്ല. വഴക്കുണ്ടാക്കാനുള്ള സന്ദർഭം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, കിട്ടിയിട്ടില്ല. പിണക്കങ്ങൾ പിന്നെ സൗന്ദര്യപ്പണങ്ങൾ അത് നിമിഷ നേരങ്ങൾക്ക് കൊണ്ടുപോകുന്നേ ഉള്ളൂ. പിന്നെ ജോമോൾ എനിക്ക് ചോദിച്ചിട്ടുണ്ട്, മമ്മി ആൻഡ് ഡാഡിയുടെ മാരീഡ് ലൈഫിൽ കണ്ട ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? അത് ഡിവൈൻ ആൻഡ് ഡോൺ ചാണ്ടിന്റെ ലൈഫിലും ഹെൽപ്ഫുൾ ആകുമെന്ന് തോന്നിയത്? എനിക്ക് അവർ രണ്ടുപേരും കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കാണുന്നവരൊന്നുമില്ല, പക്ഷെ അവർക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയാം. എന്താ പറയുക, ഒരു രഹസ്യമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എന്റെ മമ്മി ഒന്ന് വിളിച്ച കാര്യങ്ങളും വിളിപ്പുറത്തടുക്കളയിൽ കാണാം. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തിരിച്ചു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. ചിലപ്പോ നമ്മൾ തല്ല് കാണുമ്പോൾ താനെന്താണോ ചെയ്തത് അത് കാണേണ്ട കാഴ്ചയാണ്. നമുക്ക് നമുക്കൊരു വീഡിയോ ആയിട്ട് ഇട്ട് കാണിക്കണം. ചെടിയുടെ കാര്യത്തിലായിരിക്കും തല്ലുണ്ടാക്കുന്നത് കൂടുതലും. അപ്പൊ അത് മീൻസ് അവരുടെ കമ്മ്യൂണിക്കേഷൻ ബോണ്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവര് എന്താണച്ചൊക്കെ കാര്യം നമ്മൾ പറഞ്ഞാലും അവര് കുറച്ച് ഡാഡിയേ അവിടുത്തെ ഡോളിയെ എന്ന് പറഞ്ഞൊരു വിളി. കുറച്ച് കഴിയുമ്പോ ഞാൻ പറയും, അയ്യോ ഞാൻ മിണ്ടണ്ടെന്ന് വിചാരിച്ചത്. കഴിഞ്ഞ ദിവസം തന്നോട് മിണ്ടണമെന്ന് വിചാരിച്ച പിന്നെ മിണ്ടിയെന്നേ ഉള്ളൂ. അതൊക്കെ ഭയങ്കര ഇഷ്ടം. ആ ബോണ്ടിങ് വേണമെന്ന് എനിക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും ബോണ്ടിങ് ഇല്ലെന്നല്ല, പക്ഷെ അത്രത്തോളം എത്തണമെന്ന് ഞാൻ പറയും. കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും, നിങ്ങൾ രണ്ടുപേരും പറയത്തില്ല മമ്മീനും ഡാഡിനും പോലെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഡാഡിനെ കണ്ടിട്ടുണ്ടോ, മമ്മീനെ കണ്ടിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഞാൻ പറയും. അതെനിക്കിഷ്ടം. പിന്നെ മമ്മി ആയിട്ടുള്ള കുക്കിംഗ് ടൈം എൻജോയ് ചെയ്യാറുണ്ടോ? പിന്നെ ഞങ്ങൾ അടുക്കളയിൽ കയറുമ്പോ ഒന്നിച്ചാ കയറുക. ഡിംപിളായാലും ഡിവൈനായാലും ഒക്കെ ഒന്നിച്ചിട്ടുണ്ടാവും. പ്ലസ് മറിയാമ ഉണ്ടാവാറുണ്ട്. എല്ലാവരും ഒരു ബഹളാണ്. ടിപ്സ് ഒക്കെ പറഞ്ഞു തരുമോ മമ്മി? അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കറിയാവുന്നത് അങ്ങോട്ടും ഡിവൈൻ അറിയാവുന്നത് ഇങ്ങോട്ടും. പിന്നെ പൊന്നു ഡിംപിള് അവിടെ നിന്ന് മുനമ്പത്തുനിന്ന് വന്നതിന് ശേഷം എനിക്ക് കുറേ കുഞ്ഞു കാര്യങ്ങള്, എനിക്കറിയാത്ത കുറെ കാര്യങ്ങൾ അവള് വഴി എനിക്ക് കിട്ടിയില്ല, അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. കുറേ കുഞ്ഞു സംഭവങ്ങൾ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിക്കണേ പ്ലീസ് ദിവൻജിതേ. വായിച്ചിട്ടുണ്ട്, ഫുൾ ക്വസ്റ്റ്യൻസും വായിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോദിച്ചിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നന്ന ചോദിച്ചിട്ടുണ്ട്, ഡിവൈൻ കോട്ടയം പോകാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഡോൺ ചേട്ടനോടാണോ മമ്മിയോടാണോ പെർമിഷൻ വാങ്ങാറ്? ഡോൺ ചേട്ടനോടാണ് ആദ്യം പറയാറ്. എനിക്ക് ഇങ്ങനെ വീട്ടിൽ പോകണം, ഡോൺ ചേട്ടൻ ഫ്രീ ആണോ എന്ന് ചോദിക്കും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ട് മമ്മിയോട് വന്ന് അവതരിപ്പിക്കുക. അങ്ങനെയാണ്. ഇവിടെ അങ്ങനത്തെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. പോണെന്ന് തോന്നിയാൽ കുട്ടികൾ പൊക്കോട്ടാ തന്നെയല്ലേ. ഡിംപിൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെയല്ലേ ഡിവൈനും ആഗ്രഹിക്കുക. അത്രയും വിചാരിച്ചിട്ടില്ല. പിന്നെ മമ്മി ഡോൺ ചേട്ടന്റെ കാര്യത്തിൽ പോസിറ്റീവ് ആണോ? ആണ്. അല്ലെന്ന് ഡിംപിൾ പറയുമോ? അങ്ങനത്തെ ഇല്ല കേട്ടോ. ഡോൺ ചേട്ടൻ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കുറ്റം പറയാൻ സമ്മതിക്കില്ല. കുറ്റം പറയാൻ സമ്മതിക്കത്തില്ല. അത് ഫുൾ ന്യായീകരണം. അവനങ്ങനെ ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല പറയുന്ന കേൾക്കാനാ കോമഡി. അവനെ സംബന്ധിച്ച് നിങ്ങൾ കണ്ടിട്ടുള്ളവരറിയാലോ, ആരോട് എതിർത്ത് അങ്ങനെ സംസാരിക്കില്ല. അതുകൊണ്ട് ഒരു ബഹളം വെക്കില്ല. അതുകൊണ്ട് ഒരു വാശിയില്ല. അതുകൊണ്ട് ചെയ്യുന്നതൊക്കെ ശരിയാവോ? അത് പറയാം. അധിക ഭാഗം തെറ്റുകൾ മമ്മി ന്യായീകരണം കൂടുതലാണ്. ഇപ്പോഴേ ന്യായീകരണം കാലത്ത് കൊണ്ട് ഞാൻ മടുത്തു. കണ്ട എന്നെ എന്തോരം കുറ്റം പറഞ്ഞു വീഡിയോയില്. ഇത് തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും. ബിൻ സീരിയസ്, ഡിവൈനെ ആദ്യമായി കണ്ടപ്പോൾ മമ്മിക്ക് ഇഷ്ടമായോ? ഡിവൈനെ ആദ്യമായി കണ്ടോ മമ്മിക്ക് ഇഷ്ടമായോ? നമ്മള് കണ്ടതെന്ന് പറഞ്ഞ അന്നത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ. രസം ആദ്യമായിട്ട് ഞാൻ ഡിവൈനെ കണ്ടതൊക്കെ അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കിലുക്കത്തിലെ രേവതി വന്ന പോലെ ട്രെയിനിൽ നിന്ന് ചാടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് കണ്ടത് ഡിവൈനെ. ഞാനിങ്ങനെ നോക്കിയിരിക്കുക ഒരു കുട്ടീനെ നോക്കിയപ്പോ ആ ട്രെയിൻ വന്ന് നിന്ന് ഒരൊറ്റ ചാട്ടം താഴ്ത്തില്ല. ട്രെയിൻ അപ്പോഴും പൊക്കോണ്ടിരിക്കുക, ഞാൻ ചാടി ഇറങ്ങി നിന്നു. പിന്നെ എത്രയോ സെക്കൻഡ്സ് മാത്രം കണ്ടു തിരിച്ചു കയറി ഓടിപ്പോയി. അതാ ഞാൻ പറഞ്ഞത്, അത്രയും ഇങ്ങനെ എന്താ പറയാ ഡിംപിളിന്റെ പോലെയല്ല ആള്. അങ്ങനെ എന്താ പറയാ, അങ്ങനെ പേടിയ അങ്ങനെയൊന്നുമില്ല. ആകെ ട്രെയിൻ നിർത്തുന്ന ഒരു മിനിറ്റ്. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇവരെ കാണാൻ തിരിച്ചു കയറണം. അപ്പൊ ട്രെയിൻ നിൽക്കാൻ വെയിറ്റ് ചെയ്താല് ഞാൻ അവിടെ നിന്ന് പോകും. ഒരൊറ്റ ചാട്ടം ഇങ്ങട് അത് കഴിഞ്ഞ് ചാടി അങ്ങോട്ട് പോയി. ഞാനിങ്ങനെ പകച്ചു പോയി. ഞാൻ ആ നേരത്തെ ഡിംപിളിന്റെ ആലോചിച്ചത്. ഡിംപിളിനെ അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് എന്താ പറയാ നോക്കി സ്ലോ മോഷനിൽ വരുമ്പോഴേക്കും ട്രെയിൻ പോയി തന്നെ. അതൊക്കെ എന്താ പറയാ ഇതിങ്ങനെ ചെയ്തു. അത് കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ആദ്യം കണ്ടേ ഡിവൈനെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പേരക്കുട്ടിയെ ആദ്യമായി കണ്ടപ്പോൾ എന്ത് തോന്നി? ഭയങ്കര സന്തോഷം തോന്നി. പ്രത്യേകിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ആൺമക്കളുടെ മക്കളെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സന്തോഷം ഉണ്ടാവും. കാരണം അവര് നമ്മളുടെ ഫാമിലിയിലുള്ള കുട്ടിയാണ്.
പാച്ചുവിനെ സംബന്ധിച്ച് എങ്ങനെയാ വെച്ചാൽ എൻ്റെ മകളുടെ കുട്ടിയായാലും കുറച്ച് ദിവസം മാത്രമേ നമ്മളുടെ സ്വന്തമായിട്ടിരിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അത് അവിടുത്തെ കുട്ടിയാണ്. അപ്പം അതിൻ്റെതായ ഒരു വ്യത്യാസം ഉണ്ടാവും. എന്തൊക്കെ പറയുമ്പോൾ പറയും നമ്മൾ കുട്ടികളോട് കൂടുതൽ ഇഷ്ടം ഉണ്ടാവും എന്നൊക്കെ പറയാം. അതുണ്ടാവും, അത് വല്ലപ്പോഴും വരുന്ന കാരണം. തോമും മോൻ്റെ കുട്ടിയാണ്, അവനെപ്പോഴും ഇവിടെ ഉണ്ടാവും. രണ്ടുപേർക്കും രണ്ട് സ്നേഹമാണ്. പിന്നെ ചോദിച്ചിരിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, പോസിറ്റീവ് നെഗറ്റീവ് ഫുഡ്. അപ്പോൾ അങ്ങനെ. പിന്നെ അടുത്തത് കവിത സാമുവൽ ചോദിച്ചിട്ടുണ്ട്, ഡിവൈൻ ആൻഡ് ഡിംപിൾ സ്റ്റാർട്ടിങ് ലെറ്റർ സെയിം ആണല്ലോ. ക്വസ്റ്റ്യൻ ഇതാണ്, ഡിവൈൻ്റെ കുക്കിങ്ങിനെ പറ്റി മമ്മിക്ക് എന്താ അഭിപ്രായം? ഞാൻ പറഞ്ഞല്ലോ, കുറേ വിഭവങ്ങളൊന്നും വെക്കാനുള്ള ഒരു അവസരം ഡിവൈന് കിട്ടിയിട്ടില്ല. പക്ഷെ വെക്കുന്ന വിഭവങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നല്ല സ്വാദോടുകൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റിനാണ്, ചേച്ചിയുടെ റോൾ മോഡൽ ആണ്. എൻ്റെ റോൾ മോഡൽ എൻ്റെ അമ്മ തന്നെയാണ്. ലൈഫിൽ എന്തെങ്കിലും അംബീഷൻ ഉണ്ടോ? ഇപ്പോൾ എന്താ അംബീഷൻ എന്ന് ചോദിച്ചാൽ യൂട്യൂബായിട്ട് മുന്നോട്ട് പോകുന്നത് ഭയങ്കര ആഗ്രഹമാണ്. മീൻസ് നമുക്ക് പ്രത്യേകിച്ച് മെനക്കേടുകളോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇപ്പൊ തോമു ഉള്ളതിന്റെ ഒരു ടൈമിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പരിപാടിയാണെന്ന് മനസ്സിലായി യൂട്യൂബ്. അപ്പം അതൊന്ന് മുന്നോട്ട് ഉഷാറാക്കി കൊണ്ടുപോകണം. ഇനി നമുക്ക് ഉഷാറാക്കാലോ. എല്ലാവരും ഒരു സ്ഥലത്തുണ്ട്. മറ്റേത് അങ്ങനെയല്ലല്ലോ, സാഹചര്യം നിങ്ങൾക്ക് അറിയായിരുന്നല്ലോ. എന്നിട്ടും ഞങ്ങൾ മാക്സിമം നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ്. പിന്നെ വീണ വിജയൻ, ഹായ് ഡിവൈൻ ചേച്ചി, സുഖമാണ്. വിച്ച് ക്വാളിറ്റി ഡു യു ലൈക്ക് മോസ്റ്റ് ഇൻ ഡെൻസി ആൻറ്റി? അതൊക്കെ പറഞ്ഞു. ഡെൻസി ആൻറ്റി വിച്ച് ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒക്കെ പറഞ്ഞു കേട്ടോ. വൈറ്റ് ലോട്ടസ്, ഡിവൈൻ മമ്മിയുമായിട്ട് വഴക്ക് കൂടാറുണ്ടോ? ഇല്ല. പക്ഷെ ചൊറിയാനൊക്കെ വഴക്കുണ്ടാക്കാറുണ്ട്. മമ്മീനെ ഇങ്ങനെ പറ്റിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പം ഞാൻ ഇപ്പൊ ഡിമ്പിള് ഞാനിവിടെ പറ്റിക്കാറ്. ചുമ്മാ ഓരോന്ന് പറഞ്ഞ മമ്മീനെ പറ്റില്ലേ. പിന്നെ എക്സ്പോ മൈ വീഡിയോ, ഡൗറിയെ കുറിച്ച് നിങ്ങൾ തമ്മിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് ചോദിച്ചത്? എനിക്ക് അതിനുള്ള ഉത്തരം ഞാൻ പറയാം. ഡിവൈനെ എന്തൊക്കെ ഉണ്ടെന്നോ ഏതൊക്കെ ഉണ്ടെന്നോ ഈ നിമിഷം വരെ എനിക്കറിയില്ല. ഞാൻ ചോദിച്ചിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല, കണ്ടിട്ടുമില്ല, നോക്കാറുമില്ല. കാരണം അവർക്ക് ആവശ്യമുള്ളത് അവരെടുക്കണോ, ഇടണോ, നടക്കണോ. അതിലിപ്പോ ഞാനിപ്പോ എന്തിനാ നോക്കേണ്ട കാര്യം? ഇപ്പൊ ഡിമ്പിളുടെ കാര്യമായാലും അതെ, അവൾക്കും കുറെ സംഭവങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് അവരുടേതായ കാര്യങ്ങൾ. അവരെടുക്കണ്ടോ, നോക്കണ്ടോ, എടുക്കണ്ടോ, അതൊന്നും നമ്മളുടെ എനിക്ക് വല്ലതും ഡാഡി എടുത്ത് തരുന്നുണ്ടോ എന്ന് മാത്രം ഞാൻ നോക്കി, അതും ഞാൻ നോക്കാറില്ല. അതൊക്കെ എന്താ പറയാ, നമ്മൾ വിചാരിക്കും സ്ത്രീധനം ഭയങ്കര സംഭവമാണ്. ഒന്നുമില്ല. ഒരു നിമിഷം കൊണ്ട് എത്ര കോടീശ്വരനായാലും ഒരു നിമിഷം മതി അലംബരിക്കുക. അപ്പൊ ഒരാളുടെയും മുതൽ കണ്ട് ആരും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, ആഗ്രഹിക്കേണ്ട കാര്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ണി ചോദിച്ചിരിക്കുകയാണ്, ഡെൻസി ആൻറ്റി ഡിവൈനോട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ വിഷമമായാലോ എന്ന് വിചാരിച്ച് മനസ്സിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്താ? ആദ്യമൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം എന്ത് പറഞ്ഞാലോ സങ്കടം വരിക, എന്ത് പറഞ്ഞാലോ. കാരണം നമ്മള് നിങ്ങൾക്കറിയാലോ എൻ്റെ സാഹചര്യം, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണതൊന്നും നിങ്ങൾക്കറിയാം. അപ്പൊ നമ്മള് എന്തെങ്കിലും പറഞ്ഞാൽ ഉടക്കി പോവോ, അല്ലെങ്കിൽ വിളിക്കുമ്പോൾ തെറ്റി വിളിക്കുവോ, അപ്പൊ അങ്ങനെയുള്ള കുറേ ആശ. അപ്പൊ ഞാൻ മാക്സിമം എങ്ങനെയാ വെച്ചാൽ ഡിവൈനിൽ നിന്നും മാറി 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 നിൽക്കാനാ ഒളിക്കായിരുന്നു സത്യത്തില്. ഡിവൈൻ്റെ മുന്നിൽ ഞാൻ അധികം പറയാറില്ല, അധികം സംസാരിക്കാറില്ല. കാരണം സംസാരിക്കുമ്പോൾ വഴി തെറ്റിപ്പോയാലോ എന്ന് പേടിച്ചിട്ട്. ആ പേടി ഭയങ്കര കറക്റ്റ് ചോദ്യമാണ് ചോദിച്ചത് കേട്ടോ. വിസ്മയ എന്നാണ് ശരിക്കുള്ള പേര്. അപ്പോ അതുല്യ ദിത്തി പി ആർ ചോദിച്ചിട്ടുണ്ട്, ഹായ് തോമൂട്ടിക്ക് ഡെൻസി ആൻറ്റി കണ്ട വെച്ച നെയിം എന്തായിരുന്നു? തോമൂട്ടി തന്നെ. തോമു തന്നെ. അതുല്യ പറഞ്ഞാണ് എന്നോട് സംസാരിക്കുന്ന കുട്ടിയെ. തോമു തന്നെ എൻ്റെ അപ്പച്ചന്റെ പേരാണ്. പിന്നെ ഡാഡിയുടെ, ഇവിടുത്തെ ഡാഡിയുടെയും പേരാണ്. അപ്പൊ പിന്നെ ഭയങ്കര, ഞങ്ങളുടെ അപ്പച്ചന് ഞാൻ പറഞ്ഞില്ലേ 3 പെൺമക്കളാണ്. അപ്പൊ മോന്റെ പേരിടാൻ, അപ്പച്ചന്റെ പേരിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇവൻ വഴി അതും നടന്നു. തോമുട്ടി എന്നായിരുന്നു അപ്പച്ചന്റെ പേര്, തോമുട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഹോൾ ഫാമിലിയും കൂടി പോകാൻ ആഗ്രഹിക്കുന്ന പ്ലേസ്? ഇപ്പൊ വേളാങ്കണ്ണി. വേളാങ്കണ്ണി ഫസ്റ്റ്. എല്ലാവർക്കും ഒരുപോലെ പോകണമെന്ന് ആഗ്രഹമുള്ളത് വേളാങ്കണ്ണിക്കാണ്. ഭരണാങ്ങാനം വേളാങ്കണ്ണി. പിന്നെ ഡിവൈൻ നല്ല നെയ്മ, താങ്ക് യു. മറിയാമ്മയെ കണ്ടിട്ട് ഒരുപാടായി. മറിയാമ്മ ഇപ്പോ വീട്ടിൽ നിന്ന് മീൻസ് ഡെയിലി വന്നു പോകണം, രാവിലെ വരും വൈകുന്നേരം പോകും, അങ്ങനെയാണ്. അതുകൊണ്ടാണ് മറിയാമ്മനെ നിങ്ങൾ അധികം കാണാത്തത്. പിന്നെ ഇങ്ങനെ ഒരു അമ്മയെ കിട്ടിയത് ഡിവൈൻ ചേച്ചിക്ക് ഭാഗ്യമാണ്. താങ്ക് യു. അതെ, എന്റെ ഭാഗ്യമാണ്. ഓക്കെ. രശ്മി ചോദിച്ചിട്ടുണ്ട്, മമ്മി ഡിവൈനെ വഴക്ക് പറഞ്ഞു? വഴക്കൊക്കെ പറയാറുണ്ട്. തിരുത്തും. എന്തെങ്കിലും ചെയ്യുമ്പോ അത് വേണ്ടായിരുന്നു എന്ന് പറയും. വേണ്ട എന്ന് പറയില്ല, വേണ്ടായിരുന്നു എന്ന് പറയും ഞാൻ, അത്രേ ഉള്ളൂ. പിന്നെ മിയാസ് വേൾഡ് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ? ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആരുടെങ്കിലും ഒരു ചാനലിൽ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരെയും കാണാമല്ലോ. പാച്ചു കുറച്ചും കൂടി വലുതാവട്ടെ, എന്നിട്ടാവാട്ടോ.
പിന്നെ ക്യൂട്ട് ഗേൾ, ഡോൺ ചേട്ടന് ആരോടാണ് കൂടുതൽ ഇഷ്ടം, അമ്മ ഓർ ഡിവൈൻ ഓർ ഡിംപിൾ? ഈ ക്വസ്റ്റ്യൻ വല്ലാത്തൊരു തോമുനെയോ അത് അല്ല അതെങ്ങനെയാ വെച്ചാൽ അത് നിങ്ങൾ ചോദിക്കുന്നവർക്ക് തന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ അത് ചോദിക്കുമ്പോൾ എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഓരോ മറുപടി പറയും. ആ മറുപടി ഏറ്റു പറഞ്ഞിട്ട് പിന്നെ ഓരോ ക്വസ്റ്റ്യൻസും കമന്റ്സും വരും. അപ്പൊ നമ്മൾക്ക് അറിയാം ഇപ്പൊ ഈ ചോദിക്കുന്നത് ആരാ ചോദിച്ചേക്കണേ? ക്യൂട്ട് ഗേൾ. ക്യൂട്ട് ഗേൾ. അപ്പൊ ഗേളാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാം. മോളോട് ചോദിക്കുമ്പോൾ അപ്പനാണോ ഹസ്ബൻഡാണോ കുട്ടിയാണോ കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അങ്ങനെ ചോദിക്കുമ്പോൾ മോൾ ഒരാളെ പറയുമ്പോൾ ഓരോരുത്തരോടും തോന്നുന്ന ഇഷ്ടം ഓരോ തരത്തിലാണ്. അപ്പം അതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പം അമ്മയോടുള്ള ഇഷ്ടാവില്ല ഭാര്യയോടുള്ള ഇഷ്ടാവില്ല പെങ്ങളോട്. അപ്പോൾ നിങ്ങൾക്ക് ഈ അമ്മയും ഭാര്യയും പെങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം, നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഉത്തരം കണ്ടെത്താം. ഡെൻസി ആന്റിക്ക് തോമു വീട്ടിൽ വന്നതിൽ പിന്നെയുള്ള മാറ്റം? അയ്യോ മോനെ, മുമ്പ് ഫുൾ ടൈം ഫോണിലായിരുന്നു. ഫോണിൽ മീൻസ് അങ്ങനെയല്ല കേട്ടോ, യൂട്യൂബിൻ്റെ കമൻസ് റിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ കുറേ പേര് ഓരോന്ന് ചോദിക്കും. ഇപ്പം ഹെയർ ഓയിലിൻ്റെ കാര്യങ്ങൾ ഒക്കെ ചോദിക്കും. എല്ലാത്തിനും ഞാൻ അപ്പം മറുപടി കൊടുക്കും. ഇപ്പം ആ കുട്ടികളൊക്കെ വിചാരിച്ചു തുടങ്ങി ഇതെന്താണ് ഒരു മറുപടി ഇല്ലല്ലോ. നമ്മുടെ റോസു ഭയങ്കര സങ്കടമായി. കാരണം ഞാൻ സ്ഥിരം എൻ്റെ കസിൻ കുട്ടിയാണ്. ആ കുട്ടി എപ്പോഴും പറയും അവരുടെയൊക്കെ വിചാരം എനിക്ക് അവരോട് എന്തോ വിഷമമായിട്ടാണ്. അല്ല, എനിക്കിവിടെ നേരല്ലേ തോമു പ്ലസ് പാച്ചു, ഒരു രക്ഷയില്ല, നേരമില്ല. പിന്നെന്താണ്, പിന്നെ ഒട്ടുമിക്കതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ്. കല്യാണശേഷം ഡിവൈനിൽ വന്ന മാറ്റങ്ങൾ. ഞാൻ എപ്പോഴും പറയുന്ന സംഭവം, എനിക്കൊരു പ്രോപ്പർ റുട്ടീൻ വേണം എൻ്റെത്. അപ്പം മമ്മിക്ക് വല്ലതും തോന്നിയിട്ടുണ്ടോ ഡിവൈന് കല്യാണശേഷം വന്ന മാറ്റങ്ങൾ? ഡിവൈൻ എനിക്ക് എല്ലാത്തിനും എനിക്ക് അറിയില്ലല്ലോ. എന്നാ കുറച്ചുനാൾ മിണ്ടിയതല്ലേ? ഓ അങ്ങനെ അങ്ങനെ ചോദിച്ചാ എന്നാ വേണ്ട, കുട്ടി ആയതിനു ശേഷമുള്ള മാറ്റങ്ങൾ പറയാം. സോ സിമ്പിൾ. അപ്പോഴും ബഹളം വയ്ക്കും, ഇപ്പോഴും ബഹളം വയ്ക്കും. അല്ലാണ്ട് ഇപ്പൊ വേറെ ഇപ്പൊ കുട്ടിയായിട്ടുള്ള ബഹളം, അപ്പൊ തന്നെയുള്ള ബഹളം. അത്രയും ഞാൻ തന്നെ ചോദിച്ച അടി വാങ്ങിച്ചു. സിനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിവൈന്റെ വീട്ടിൽ പോകുമ്പോൾ മമ്മി ഡിവൈനെ ഫോൺ വിളിക്കാറുണ്ടോ? മമ്മിക്ക് ഡിവൈനെ മിസ് ചെയ്യാറുണ്ടോ? ഞാൻ അങ്ങനെ സ്ഥിരം ഫോൺ വിളിക്കും. ഞങ്ങൾ രണ്ടു കൂട്ടരും അങ്ങനെയാണ്. ഫോൺ വിളിക്കുന്നത് എന്തെങ്കിലും മെസ്സേജ് അയക്കും. ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കും, അത്രേ ഉള്ളൂ. എന്നെ എന്നും കോൺടാക്ട് ചെയ്യുന്ന ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുന്ന ഡോൺ ചേട്ടൻ. അല്ലാതെ ഞങ്ങൾ എല്ലാവരും വാട്സപ്പിൽ കണക്റ്റഡ് ആയിരിക്കും. അല്ലെ ഇപ്പൊ ഹോസ്പിറ്റലിൽ ആയിരുന്ന സമയത്ത് മീൻസ് ഞാൻ ഡെലിവറിക്ക് പോയപ്പോഴാണ് മമ്മി വിളിച്ച് കാര്യങ്ങൾ അല്ലാണ്ട് വെറുതെ രാവിലെ വിളിച്ചിട്ട് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അതിപ്പോ ഡിംപിളിനോടായാലും ഇല്ല. ഡിംപിളും രാവിലെ എണീറ്റ വഴിക്ക് ഒന്ന് വിളിക്കും, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്ന് വിളിക്കും, അത്രേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മമ്മി ഡിവൈന്റെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു സാഹചര്യം ഇതുവരെ. മമ്മി എവിടെ നിൽക്കത്തില്ല. മമ്മി ഇതേ പോയി ഒരു ദിവസം ആൻസന്റെ വീട്ടിൽ നിന്നു, ഒരൊറ്റ ദിവസം. ആദ്യത്തെ പെരുന്നാൾക്ക് ഇവരുടെ വീട്ടിൽ. അന്ന് ഇവർ കാസനോട്ട് മറ്റേ ഇവിടെ പോയേക്കാൻ തായ്ലൻഡിലാണ്. അപ്പൊ ഫസ്റ്റ് പെരുന്നാളല്ല, ആരും പോയില്ലെങ്കിൽ മോശം വെച്ചിട്ട് ഞാനും ഡാഡി പോയി. അന്ന് രാത്രി അവിടെ നിന്നു. പിന്നെ അതുവരെ എവിടെയും നിന്നിട്ടില്ല, എവിടെയും നിൽക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിവൈൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, അതിനെ മമ്മി എന്തെങ്കിലും പറയുമോ? ഇല്ല, ഞാൻ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുട്ടികളോട് പറയാ അവരവരുടെ കാര്യങ്ങൾ ചെയ്തോളാം. കാരണം ഈ വീടിനെ സംബന്ധിച്ച് ഇവരുടെ ഒരാളുടെ ആവശ്യമില്ല. ഞാൻ ഇപ്പൊ എനിക്ക് ആരോഗ്യമുള്ള കാരണം ഞാൻ നോക്കിപ്പോണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത്, ഡിവൈൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ മമ്മി ഡിവൈനോട് നേരിട്ടാണോ പറയുക, അതോ ഡോൺ ചേട്ടനോട് ഡിവൈൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കൊടുക്കുമോ? അങ്ങനെ ഇപ്പൊ ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ വേണമെങ്കിൽ തിരുത്താലോ, ഡോണിനോട് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെയൊന്നും വേണ്ടി വന്നിട്ടില്ല. അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് ആരായി ജനിക്കണം? നമുക്ക് വേറെ വേറെ വീട്ടിൽ വേറെ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ വേറൊരു ഫാമിലി ലൈഫ് എങ്ങനെയാന്ന് നമുക്കറിയാലോ. സെയിം വേണ്ട, ആരും വേണ്ട. പലരും ആ വീട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കമ്പയർ ചെയ്ത്. മമ്മി വരുന്നില്ല, മമ്മി ഡാഡിനോടെ ഇല്ല, ഡോൺ ചേട്ടനോടെ ഇല്ല, പേടിക്കണ്ട, അപ്പൊ സങ്കടമില്ലല്ലോ. പിന്നെ നിഷ അജു ചോദിച്ചിട്ടുണ്ട്, മമ്മിയോടാണ്, ഡിവൈൻ ഡോൺ ചേട്ടന് ചേർന്ന ആളാവാൻ കാരണം എന്താണ് മമ്മിക്ക് തോന്നിയത്? ഡിവൈൻ ഡോൺ ചേട്ടന് ചേർന്ന ആള് ഒന്നാമത് നമ്മളങ്ങനെ എന്താ പറയാ ഒക്കെ വന്നതിന് ശേഷം ചേരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മളുടേതാവുന്നത്. അതുവരെ നമുക്ക് എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. അത് ആരുടെ കാര്യത്തിലും അറിയില്ല. അപ്പൊ ഡിവൈൻ വന്നതിന് ശേഷം ഡോണിനെ എങ്ങനെയാ വെച്ചാൽ ഒരു ഇത്തിരി എന്താ പറയാ ഭയങ്കര സൈലന്റ് ആണ്. പിന്നെ ഒരു ആരോടും അങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോണിനെ സംബന്ധിച്ച് തിരിച്ച് മമ്മി എന്തിനാ അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ഡാഡി എന്തിനാ അങ്ങനെ ചോദിക്കുന്ന കുട്ടിയല്ല.
അപ്പൊ ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ ഡിവൈൻ വന്നതിന് ശേഷം ഡോൺ ചേട്ടൻ ഇങ്ങനെ ആയാൽ ശരിയാവില്ല, കുറച്ചുകൂടെ ഉഷാറാവണം എന്ന് പറഞ്ഞ് എന്താ പറയാ, ഒരു ഒത്തിരി കൂടി ഒക്കെ ഒരു ഉഷാറായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ തോമുവിന്റെ കാര്യത്തിലൊന്നും പറയണ്ട, അവൻ അപ്പം മോന ഇവിടത്തെ പോലെ തന്നെ അപ്പാനും അപ്പാപ്പനാണ്. അപ്പൊ അതാണ് സ്പെഷ്യൽ. സരൂസ് ലവിംഗ് വേൾഡ് ചോദിച്ചിട്ടുണ്ട്, മമ്മിക്ക് ഡിവൈന് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന സ്വഭാവം. ഇപ്പൊ ഇല്ല, മുമ്പ് ഞാൻ പറയാറില്ല, ഒറ്റ മോളല്ലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് പോകുന്നതിൻ്റെതായ ഒരു മൂഡ് സ്വിങ് ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. 2 തോമു ജനിച്ചതിന് ശേഷം ഡിവൈന് വന്ന മാറ്റം. ഞാൻ നേരത്തെ പറഞ്ഞത് മാറ്റമൊന്നുമില്ല, ബഹളം കൂടി, അത്രേ ഉള്ളൂ. എന്റെ മോനെ പിന്നെ എന്റർടൈൻമെന്റ് കാരണം എന്താ വെച്ചാല് ഇപ്പൊ അവര് 8 മാസമായിട്ടുള്ളൂ. എന്തൊക്കെ ചെയ്യില്ല എന്ന് ചോദിച്ചാൽ മതി. ഹാൻഡ്സപ്പ് വേണോ, സ്റ്റാൻഡിറ്റീസ് വേണോ, ഡാൻസ് വേണോ, പാട്ട് വേണോ. മോഹൻലാലും പിന്നെ 24 ഫ്ലവേഴ്സിന്റെ 24 ന്യൂസ് ചാനലല്ല, അത് മതി അവന്, വേറെ ഒന്നും വേണ്ട. അപ്പൊ അവന് മോനൂടെ അതിന്റെ മുമ്പിൽ അങ്ങനെ ഇരുന്നുള്ളൂ. അപ്പൊ അതൊക്കെ ഉണ്ട്. പിന്നെ മമ്മി പിന്നെ എന്റെ പേര് പറയണം, പിന്നെ പറയാം സമന്ത സർ എന്റെ പേര് പറയണം, പിന്നെ ഒരു ഹായും വേണം. അപ്പൊ ഹായ് ടു ഡെൻസി ആൻറ്റി. കുറെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിവൈൻ ചേച്ചി ഉണ്ടാക്കുന്ന ഫേവറേറ്റ് ഫുഡ് അത് പറഞ്ഞു. ഡിവൈൻ ചേച്ചി ദേഷ്യം വരുമ്പോൾ ചെയ്യുക എന്താ? കയറി മുകളിൽ പോയിട്ട് വാതിലടിച്ച് മിണ്ടാണ്ടിരുന്നുള്ളൂ. പിന്നെ ഇറങ്ങി വരുമ്പോ കൂളായിക്കോളൂല്ലോ. പിന്നെ ഡാൻസി മമ്മിക്ക് നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോ ചെയ്യാൻ ഇഷ്ടമുള്ള ആക്ടിവിറ്റി? കോമഡി പറയാ. അങ്ങനെയൊന്നുമില്ല. നിങ്ങളെ പോലെയുള്ള ഓരോ കുട്ടികളെ കുറിച്ച് ഞാൻ ഓരോ കാര്യങ്ങൾ പറയും. ഇപ്പൊ എങ്ങനെ വെച്ചാൽ കുറെ കുട്ടികളുടെ എക്സ്പീരിയൻസ് എനിക്ക് വാട്സപ്പ് വഴി വരാറുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ ഒപ്പം ഇരിക്കുമ്പോ അതൊക്കെ സംസാരിക്കും. ഡിവൈൻ ചേച്ചീന് ഏത് ഡ്രസ്സിൽ കാണാനാണ് കൂടുതൽ ഭംഗി? എനിക്ക് തോന്നുന്നു ജീൻസും സാരി നല്ലതാ. പക്ഷെ സാരി എനിക്ക് തോന്നുന്നു 4 or 5 വട്ടം 3 or 4 വട്ടം എടുത്ത് കണ്ടിട്ടുള്ളൂ. ഞാൻ ഡിവൈൻ ചേച്ചിയുടെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം. കമോൺ മമ്മി. എവിടേക്ക് പോവാ? ഇതുവരെ പോകാൻ പറ്റിയില്ല. കഴിഞ്ഞല്ല നമ്മള് സെപ്റ്റംബർ 15 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി 3 ദിവസം ഞങ്ങൾ ആഘോഷിച്ചു. ആഘോഷം എന്ന് പറയുന്നത് ചാലക്കുടി വരെ ഒരു ദിവസം പോയി, ഇപ്പുറത്തെ കൂടെ ഒരു ദിവസം പോയി, അപ്പുറം 3 സ്ഥലത്തേക്ക് 3 ഡയറക്ഷനിൽ 3 പ്രാവശ്യമായിട്ട് പോയി. ലോക്ക്ഡൌൺ അല്ലാതെ ഇതുവരെ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല, എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. ഡിവൈൻ ചേച്ചിക്ക് കൊടുക്കാൻ ഇഷ്ടമുള്ള ഒരു ഗിഫ്റ്റ് ഇതിലൂടെ ഞാൻ അറിയാം. ലേപ്പൽ. അതെ, ഇനിയിപ്പോ ഞാൻ അതാ പറയുള്ളൂ. ഇപ്പൊ ഇത് ലൈറ്റ് കിട്ടി. ഇനിയിപ്പോ അതായത് ഡിവൈനെ ഭാവിയിലേക്ക് ഉപയോഗിക്കാൻ താല്പര്യമുള്ള സാധനങ്ങൾ. ഗോൾഡ് അല്ലല്ലോ എപ്പോഴും ഗിഫ്റ്റ്, എപ്പോഴും ഗോൾഡ് തന്നാ ശരിയാവില്ല, മുതലാവില്ല നമുക്ക്. 7ാമത്തെ ആസ് എ ഡോട്ടർ ഇൻ ലോ ചേച്ചിക്ക് 10ൽ എത്ര പോയിന്റ്സ് ആന്റി കൊടുക്കും? ഓ മൈ ഗോഡ്, 5.5 ആയിരിക്കും. മറ്റേ 100 വെച്ചപ്പോ 85 ആവാറുണ്ട്. അതെ, 100 ചോദിച്ചപ്പോ ഞാൻ 85 കൊടുത്തേ. ഒരു ദിവസം എന്നോട് ഡിവൈൻ ചോദിച്ചു, ഡിമ്പിളിന്റെ മാർക്കും ഡിവൈന്റെ മാർക്കും ചോദിച്ചപ്പോ ഞാൻ 85 കൊടുത്തേ. അത് അമ്മ എന്ന സ്ഥാനത്ത്. ഇതിപ്പോ മരുമകൾ എന്ന സ്ഥാനത്ത്. 10ലിപ്പോ 2 വർഷം ആവണല്ലേ ഉള്ളൂ. അപ്പൊ 10ല് മാർക്ക് കൊടുക്കാറായിട്ടില്ല. ശരിക്കും അങ്ങനെ മാർക്ക് കൊടുക്കാറൊന്നും ആയിട്ടില്ല. അല്ലാതെ സമയായിട്ടില്ല. കോഴ്സ് ഇനിയുണ്ട്, 2 വർഷമല്ലേ ആയുള്ളൂ. എന്നാലും കുഴപ്പമില്ല. ഒരു 8:30 9 ഒക്കെ ആവും. 8:30 ആവാം. 9ലേക്ക് കിടക്കണ്ട, അഹങ്കാരം മതി. വേണ്ട. 8:30 മതി. 1:30 ഇരിക്കട്ടെ. പിന്നെ എന്നോടാ കേട്ടോ, മമ്മിയോട് ചെയ്യും. ഡെൻസി മമ്മി ഉണ്ടാക്കുന്ന ഫേവറേറ്റ് ഫുഡ് അത് പറഞ്ഞു. ഡെൻസി മമ്മി ദേഷ്യം വരുമ്പം ചെയ്യുക എന്താ? മമ്മി ദേഷ്യം വരുമ്പോ പൊട്ടിത്തെറിക്കും. അത് പിള്ളേരോട് മാത്രമേ പൊട്ടിത്തെറിക്കും. ഇവരോട് ആരോടും ദേഷ്യം വരില്ല. എനിക്ക് എന്റെ പാവം ഡാഡി എന്ത് ദേഷ്യം ചീത്ത വിളിച്ച് കൊല്ലും. എനിക്ക് സങ്കടം വന്നാലും ദേഷ്യം വന്നാലും എന്താ പറയുക, ഒന്നെങ്കിൽ ഡിമ്പിളിന്റെ അടുത്ത് അല്ലെങ്കിൽ ഡാഡിന്റെ അടുത്ത്. കൂടുതലും എടുത്ത് ഡിമ്പിളിനാണ് കൂടുതൽ കിട്ടുന്നത്. ഡിവൈൻ ചേച്ചിക്ക് നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോ ഇഷ്ടമുള്ള ചെയ്യാൻ ഇഷ്ടമുള്ള എന്ത് വർത്താനം തന്നെ അങ്ങനെ കുഞ്ഞുങ്ങളാന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഡെൻസി മമ്മി ഏത് ഡ്രസ്സിൽ കാണാനാണ് കൂടുതൽ സാരി? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി എടുത്ത് കാണാൻ. ഡെൻസി മമ്മിയുടെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ എനിക്ക് വേളാങ്കണ്ണിന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഡെൻസി മമ്മിക്ക് കൊടുക്കാൻ ഇഷ്ടമുള്ള ഒരു ഗിഫ്റ്റ് കൊറേ മണി പ്ലാന്റ്. അത് കൊണ്ടുതരാറില്ല കേട്ടോ. കോട്ടയത്ത് നിന്ന് വരുമ്പോ എപ്പോഴും കൊണ്ടുവരാറുണ്ട് മണി പ്ലാന്റ്. പിന്നെ എനിക്ക് ആവശ്യം തോന്നിയ ഒരു ഗിഫ്റ്റ് കുട്ടി എനിക്ക് വാങ്ങിച്ചു തന്നു. എന്റെ മരിച്ചുപോയ അപ്പച്ചന്റെ അമ്മച്ചിയുടെയും ചേച്ചിയുടെയും ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ ഒരു ദിവസം. അപ്പൊ അത് കിട്ടി. പിന്നെ എനിക്കിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് ഗിഫ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല. ആസ് എ മദർ ഇൻ ലോ 10ൽ എത്ര പോയിന്റ്സ് കൊടുക്കും? ഞാൻ 9.5 കൊടുക്കും.
ഒരര ഇരിക്കട്ടെ. ആരിരിക്കട്ടെ, ഫുൾ മാർക്ക് കൊടുത്താൽ പിന്നെ അതെ, അഹങ്കാരം ചെറിയൊരു ജാട വരും. വേണ്ട. പിന്നെന്താണ്, പിന്നെ പാറു ആൻഡ് അമ്മാവാണ്. ഡിവൈൻ അമ്മായിയുമായി അത്ര അറ്റാച്ച്ഡ് അല്ലാത്ത പോലെ തോന്നാറുണ്ട്. ഈ അമ്മ ഒരു പാവമല്ലേ ഡിവൈൻ? വീട്ടിൽ എങ്ങനെയാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന കൂട്ടത്തിലാണോ? നമ്മൾ അറ്റാച്ച്ഡ് അല്ലേ? അതെങ്ങനെ കണ്ടു എങ്ങനെ തോന്നിയാവോ? ഞങ്ങൾ കൂടുതൽ ഭയങ്കര അറ്റാച്ച്ഡാണ്. ഞാൻ വീട്ടിൽ വന്നിരുന്ന് കണ്ടാലേ അത് മനസ്സിലാവത്തുള്ളൂ. ചിലപ്പോ ഫോട്ടോ അതെങ്ങനെയാ വെച്ചാലേ ഇവര് എന്ത് വെച്ചിട്ടാ പറയണേന്ന് ഞാൻ പറയാം. നിങ്ങൾ ഈ ബേബി ഷവർ ആ സമയത്തെ കാര്യങ്ങൾ വെച്ചിട്ടാ പറയണേ. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഡിവൈനെ സംബന്ധിച്ച് ഭയങ്കര എന്താ പറയാ, ഭയങ്കര സൈലന്റ് ആയിരുന്നു, ഭയങ്കര മൂഡ് സ്വിങ് ഞാൻ പറഞ്ഞില്ലേ. അല്ലാണ്ട് അറ്റാച്ച്മെന്റ് ഇല്ലാണ്ടൊന്നുമല്ല. അപ്പൊ പിന്നെ അന്ന് ക്യാമറയുടെ മുന്നിൽ അങ്ങനെ നിന്നിട്ടുള്ള ഒരു ശീലം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിൻ്റെതായ വ്യത്യാസം നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഡിവൈൻ അങ്ങനെയല്ല. ഇപ്പൊ ഡിവൈൻ്റെ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് നിങ്ങൾക്ക് ഏകദേശം ഡിവൈൻ്റെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലായിട്ടുണ്ടാവും. അതാണ് ഡിവൈൻ. മുമ്പത്തെ ഞാൻ പറഞ്ഞില്ലേ, പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ വരുന്ന കുട്ടികൾക്കുള്ള വ്യത്യാസം പിന്നെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വന്നു കഴിഞ്ഞിട്ടും പിന്നെ ഈ പലതും ആണല്ലോ, പലതും മനസ്സിൽ വെച്ചിട്ടല്ലേ ഈ കുട്ടി ഉണ്ടായിരുന്നുണ്ടാവുക അല്ലേ. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവില്ല. അത് ഏതൊരു ആർക്കും ഉണ്ടാവും അത്. അപ്പൊ അതിന്റെ ഒരു ഇതായിരുന്നു. അല്ലാണ്ട് ഞങ്ങൾ തമ്മിൽ വേറെ ഞങ്ങളും ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, പ്രസവിച്ചിട്ട് വന്നതിന് ശേഷമാണ് ഇത്രയും ഫ്രീ ആയത്. അതാ. പിന്നെ ജൈത്ര സജീവ് എന്റെ നെയിം പറഞ്ഞൊരു ഹായ് പറയുമ്പോ ജൈത്ര എന്നായിരിക്കും. ഹായ്. പ്രിൻസി വർഗീസ് ചോദിച്ചിട്ടുണ്ട്, മമ്മിക്ക് ദേഷ്യം ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യം ഒരിക്കലെങ്കിലും ചേച്ചിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ മമ്മി ഉണ്ടാക്കുന്ന ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്, അതൊക്കെ പറഞ്ഞു. ദേഷ്യം ഉണ്ടായിട്ടുണ്ടോ? ഇനി എനിക്ക് തോന്നി ഇനി ഇവിടെ അങ്ങോട്ട് ഞാൻ ശ്രദ്ധിക്കാം. അങ്ങനെ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുമ്പോ പറയാനായിട്ട് എന്തെങ്കിലും ഞാൻ നോക്കാം. എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ട്, കാരണം അധിക ഭാഗം ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലായിരുന്നു. ഞങ്ങള് ഡിവൈൻ വീട്ടിലും ഞങ്ങള് ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ പിന്നെ അതിന്റെ തൊട്ട് മുമ്പ് പ്രസവിക്കാൻ പോയി, പിന്നെ പ്രഗ്നന്റ്. അപ്പൊ ഞങ്ങള് സത്യം പറഞ്ഞാൽ ഇപ്പം ജീവിച്ച് തുടങ്ങിയിട്ടുള്ളൂ. ഞങ്ങൾ ഒന്നിച്ചുള്ള ലൈഫ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോ ഇത്തരം മിക്ക ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത് സെയിം ക്വസ്റ്റ്യൻ പാറ്റേൺ ടൈപ്പാണ്, തിരിച്ചും മറിച്ചും ചോദിച്ചിരിക്കുകയാണ്. പിന്നെ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഒരുമിച്ചൊരു ബിഗ് ഹായ്. എന്താ പറയാ, കുറെ നാളത്തെ ആയിരുന്നു ഒരു ക്യുവാൻഡേ. ഇപ്പൊ എന്റെ കുട്ടിക്ക് 8 മാസമായെന്നുള്ളതാ. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്യുവാൻഡേ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഞങ്ങൾ ഇനി മുന്നോട്ട് കുറെ വീഡിയോസ് ആയിട്ട് ഞങ്ങളിപ്പോ ടോട്ടലി ഫ്രീ ആണ്, മൈൻഡ് ഫ്രീ ആണ്, ഹാപ്പി മോഡലാണ്. അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾക്ക് എന്തും ചെയ്യാം അല്ല. ഇനി ഞങ്ങള് എന്ത് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ എന്നോട് ക്യുവാൻഡേ ചോദിച്ചപ്പോ എന്നോട് ചോദിക്കുന്ന അതേ ചോദ്യങ്ങളാണ് ഇതിലും വന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പൊ പിന്നെ ഇനി വേറൊരു ക്യുവാൻഡേയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ എന്നോട് സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അത് ഞാൻ അവിടെ എന്തെങ്കിലും പറയാം. അപ്പൊ നമുക്ക് ഞങ്ങളുടെ ക്യാമറ വുമൺ ഡിംപിൾ റോസ് ആയിരുന്നു. പാച്ചു എഡിറ്റു. അപ്പൊ ഇനിയിപ്പോ നമ്മൾക്ക് മാക്സിമം നേരത്തെ എത്താൻ നിങ്ങൾക്കറിയാലോ സാഹചര്യം. അതിന്റെ ഒരു ഇതുകൊണ്ടാണ് മൊത്തം ക്വസ്റ്റ്യൻ വായിക്കാത്തത്. നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് വായിക്കുന്നതാണ്. ഇനി വായിച്ചില്ല എന്ന് വിഷമം തോന്നരുത്. നമ്മൾ വേറെ ഇനിയും വിഷമമാണ് നമ്മൾ പിന്നെയും ക്യുവാൻഡേ ചെയ്യുന്നത്. പിന്നെയും ക്യുവാൻഡേ ചെയ്യും. കാരണം ഇന്ന് സൺഡേ ആവാൻ ഞങ്ങൾ കാത്തുനിന്ന് 2 ഉണ്ണികളെ 2 ആളുടെ കയ്യിൽ കൊടുക്കാനായിട്ട്. പാച്ചുവിനെ അങ്ങനെ കൊടുത്തേൽപ്പിക്കാനും പറ്റില്ല. അപ്പൊ തോമു വയലന്റ് ആയി തുടങ്ങി. സമയം കുറെ ലേറ്റ് ആയി. നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റാത്തൊരു സമയമായി. ഇപ്പൊ പാതിരാത്രിയാണ് ഞങ്ങൾ ഇത് എടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രം. അതെ. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ എല്ലാവർക്കും ബൈ.